ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഫൈസൽ സി എ, വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. ഇന്ന് ഈ ഒരു വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന ഈ ഒരു ഫ്രീ വെബിനാറിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വിംബിൾ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. കൂടുതലായിട്ടും സൈക്കോളജി റിലേറ്റഡ് സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് മാക്സിമം ആളുകളിലേക്ക് നോളജുകൾ കൈമാറുക, അവരെ അപ്ഡേറ്റ് ചെയ്യുക. വിശേഷിച്ചും മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും മനോഹരമായി തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് വിംബിൾ അക്കാദമി ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡിസംബർ 2-ാം തീയതി വന്ന ഒരു ന്യൂസിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റിൽ സെർച്ച് മാനസികാരോഗ്യത്തെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതലായിട്ട് സെർച്ചിങ്ങുകൾ നടക്കുന്നു എന്നൊരു റിപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള വാർത്താ മാധ്യമങ്ങളിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യയിൽ പിന്നെ മനഃശാസ്ത്രജ്ഞന്മാർക്കുള്ള തിരച്ചിലിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് കൊൽക്കത്തയാണ്, പിന്നെ മുംബൈ, അത് കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്ത് കോഴിക്കോട് എന്നിങ്ങനെ ഒരു റിപ്പോർട്ട് കാണാനിടയായി. അപ്പോൾ മെന്റൽ ഹെൽത്തിനെ കുറിച്ചും അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റുകള്, കൗൺസിലേഴ്സ്, അതേപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സ് തുടങ്ങിയിട്ടുള്ള മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒന്ന് സപ്പോർട്ട് വേണം. ആളുകൾക്ക് സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും അവരെന്താണോ ആഗ്രഹിച്ചു വരുന്നത് അവർക്ക് ഏറ്റവും മനോഹരമായിട്ട് അവരിലേക്ക് എത്തിക്കാൻ, ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മൾ ഒരാളെ ട്രാൻസ്ഫോം ചെയ്യാനോ അതല്ലെങ്കിൽ അവരുടെ പിന്നെ ഒരു വിഷയവുമായിട്ട് ഇടപെട്ട് നമ്മൾ സംസാരിക്കാനൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അത്രയും രീതിയിൽ നമ്മളിൽ ഒരു മാറ്റം ആദ്യം ഉണ്ടാകേണ്ടതുണ്ട്. അവിടെ നിന്നാണ് മറ്റുള്ളവരിലേക്ക് അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുക. അപ്പൊ ആയതുകൊണ്ട് മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കൂടുതൽ ആവശ്യമുണ്ട്. മാത്രമല്ല ആ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ നോളജ് അക്വയർ ചെയ്യുകയും സ്കിൽഡ് ആവുകയും, നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളതിനേക്കാൾ പ്രധാനമാണ് അത് സ്കിൽഡ് ആവുക എന്നുള്ളത്. ഏറ്റവും മനോഹരമായ രീതിയിലേക്ക് അവരിലേക്ക് എത്തുക എന്നുള്ളത്. അത് നമ്മളുടെ സംസാരമാകാം, നമ്മുടെ ഇടപെടലുകളാകാം, നമ്മുടെ സമീപനങ്ങളാകാം, നമ്മളുടെ ഭാഷയും വേഷവും തുടങ്ങി എന്തും നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പോൺസിൽ പോലും നമുക്ക് ആളുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ ഒരുപാട് തെറാപ്പികളൊന്നും ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മളുടെ ഒരു സാന്നിധ്യം മാത്രം ആവശ്യമായിരിക്കും. ഒരാളുടെ ഒരു പ്രയാസത്തെ, പ്രതിസന്ധിയെ മറികടക്കാൻ നമ്മളുടെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്താൻ അതുപോലും നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് ഡെവലപ്പ് ആവാൻ പറ്റും. ആ ഒരു പേഴ്സണാലിറ്റി, ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതേപോലെ ഒരു കരിസ്മാറ്റിക് പേഴ്സണൊക്കെ ആയിട്ട് നമുക്ക് മാറാൻ പറ്റണം. അപ്പൊ ആളുകൾ നമ്മളുടെ അടുത്തെത്തി സംസാരിച്ച് തീരുമ്പോഴേക്കും അവർക്ക് അതിലൊരു ട്രാൻസ്ഫോർമേഷൻ, അവർക്ക് അതിലൊരു ഹോപ്പ്, തനിക്ക് ജീവിക്കണം, നമുക്ക് മുന്നോട്ട് പോകണം, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണം എന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് ആളുകളെ പരിവർത്തിപ്പിക്കാൻ നമ്മുടെ പേഴ്സണാലിറ്റി, ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ, നമുക്ക് സ്കിൽഡ് ആകാനും നോളജുകൾ അക്വയർ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നിങ്ങൾ വിംബിൾ അക്കാദമിയെ സമീപിക്കുക. നമുക്കിവിടെ വ്യത്യസ്തമായിട്ടുള്ള ഫ്രീ സെഷനുകൾ ഉണ്ട്. കഴിഞ്ഞ ഫ്രീ സെഷനുകളുടെ ഒക്കെ റെക്കോർഡുകൾ വിംബിൾ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കഴിയുന്നത് പോലെയൊക്കെ അത് കാണുക. അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ കോണ്ടന്റ് റിച്ച് ആയിട്ടുള്ള കോഴ്സ് വർക്ക്ഷോപ്പുകളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. 500 രൂപയല്ലേ ഉള്ളൂ എന്ന് കരുതുന്നതിനേക്കാൾ ആ 500 രൂപക്ക് നമ്മൾ നൽകുന്ന അതിന്റെ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിരിക്കും. അപ്പൊ ആ രീതിയിലാണ് നമ്മളുടെ ഓരോ വർക്ക്ഷോപ്പുകളും. 500 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 5 വർക്ക്ഷോപ്പുകൾ ഫ്രീ ആയിട്ട്
പെയ്ഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഫ്രീ വെബിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ആളുകൾ പങ്കെടുക്കുക, ആളുകളിലേക്ക് എത്തിക്കുക. ഇന്ന് നമ്മൾ NPDയെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. NPDയെ കുറിച്ചിട്ടുള്ള മുമ്പ് നമ്മളൊരു സെഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു, വർഷ മാമിന്റെ തന്നെ. അന്ന് നടത്തിയ NPD യൂട്യൂബിന്റെ ചാനലിൽ അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ എന്താണ് NPD, അതേപോലെ തന്നെ അതിന്റെ ടൈപ്സ്, വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നത്, ഓക്കെ, ഒരാൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ NPD ഉള്ള ആളുകൾ പിന്നെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും, അതേപോലെ തന്നെ അതിന്റെ ഇമ്പാക്ട് വിക്ടിംസിൽ എങ്ങനെയാണ് അതിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോഴേക്കും തന്നെ നമുക്ക് ഏകദേശം ഒരു സമയം ആവശ്യമായിട്ട് വരും. ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തീർച്ചയായിട്ടും നമ്മൾ നടത്തും. അതിന്റെ ഓർക്കം എന്നുള്ള ഒരു മേഖലയെ കുറിച്ചിട്ടുള്ള ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് ഉണ്ടാകും. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു ഫ്രീ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് നമ്മുടെ വർഷ മാം ആണ്. വർഷ EV മാം എറണാകുളം സ്വദേശിയാണ്, വടുതല. മാം ഇവിടെ മുമ്പ് കൗൺസിലിംഗ് സെന്ററിലും അതേപോലെ തന്നെ അക്കാദമിയിലും ഇവിടെ സൈക്കോളജിസ്റ്റ്, സൈക്കോതെറാപ്പിസ്റ്റ്, റെമഡിയൽ ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യാണ്. വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനിങ് സെഷനുകളൊക്കെ മാം ഹാൻഡിൽ ചെയ്യുന്നു. നമ്മളുടെ വിമ്പിൾ അക്കാദമിയിലെ പ്ലേ തെറാപ്പി, ആർട്ട് തെറാപ്പി, ഇന്നർ ചൈൽഡ് ഹീലിംഗ് തുടങ്ങിയിട്ടുള്ള LD തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ മാമാണ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നതിനായിട്ട് മാമിനെ ഞാൻ വളരെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ മാമിന്റെ ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ ഫ്രൈഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ നാളെ നമ്മൾ ബൈപ്പോളാർ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു DSMനെ അധികരിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 5-ാം തീയതി മുതൽ, മറ്റന്നാൾ മുതൽ നമ്മൾ സെക്ഷുവാലിറ്റി ഇൻ മാരേജ്, ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു 3 ഡേയ്സിന്റെ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ഫ്രീ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള വിമ്പിൾ അക്കാദമിയിലെ സ്റ്റുഡൻസ്, അതേപോലെ തന്നെ ബാക്കി നമ്മളെ സ്ഥിരമായിട്ട് നമ്മളെ സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർഷ മാമിനെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വർഷ മാം, പ്ലീസ്. Thank you, sir. Hi all, good evening. Good evening, ma'am. Good evening. Good evening. Good evening. Unmute ചെയ്യാം. Good evening. Unmute ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാറ്റിലാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ. ഇതിൽ കുറച്ച് പേരൊക്കെ എനിക്ക് പരിചയമുണ്ട്, കുറച്ച് പേരെയൊന്നും പരിചയമില്ല. നമുക്ക് വഴിയെ പരിചയപ്പെടാം. സോ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നാർസിസിസ്റ്റ് ഇമ്പാക്ട് ഓൺ വിക്ടിം. നമ്മൾ പൊതുവെ ഇങ്ങനെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു വിക്ടിമിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പൊ നമ്മളിതിൽ കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇപ്പോ ചിലർക്കെങ്കിലും ഇത് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതിന്റെ ടൈപ്സ് ഏതൊക്കെയാണ് വരുന്നത്, അതുപോലെ ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനത്തെ ആളുകളെ ആയിരിക്കും വിക്ടിമായിട്ട് ചൂസ് ചെയ്യുക, പിന്നെ അതുപോലെ ഇവർ എന്തൊക്കെ ടാക്ടിക്സ് ആണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഇവരെ നമ്മൾ അവരുടെ രീതിയിൽ നിർത്തണമെങ്കിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണ്ടേ. അപ്പൊ എന്തൊക്കെ ടാക്ടിക്സ് ആയിരിക്കും അവർ യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യട്ടെ. Okay, ma'am. ഓക്കെ, സോ നമ്മള് ഫസ്റ്റ് തന്നെ എന്താണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പൊ നമ്മള് ഒരു പൊതുവെ ഒരു ഓവർവ്യൂ ആയിട്ടായിരിക്കും കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീക്ക് മിത്തോളജി അനുസരിച്ചിട്ട് നാർസിയൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. ഓക്കെ, നാർസിയൂസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, അതുപോലെ എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീക്ക് മിത്തോളജി അനുസരിച്ചിട്ടാണ് ഇതില് ഈ എക്കോയ്ക്ക് നാർസിയൂസിനോട് ഭയങ്കരമായിട്ടുള്ള പ്രണയം തോന്നി. ഈ പ്രണയം തോന്നിയ സമയത്ത് നാർസിയൂസ് എന്താ ചെയ്തത്, എനിക്ക് വേണ്ട, എനിക്ക് എക്കോനെ വേണ്ട എന്നൊക്കെ പറഞ്ഞങ്ങ് നിരസിച്ചു.
നിരസിച്ചു കഴിഞ്ഞപ്പോഴേക്കും എക്കോക്ക് വിഷമായി. ഓക്കെ, അപ്പൊ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്നെ അവഗണിച്ചു എന്നുള്ളൊരു ഫീൽ എക്കോയ്ക്ക് വന്നില്ലേ. അപ്പൊ എക്കോ എന്ത് ചെയ്തു? എക്കോ ദേവതയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ശാപം കൊടുക്കാണ് നാർസിയൂസിന്. എന്ന് വെച്ചാൽ നാർസിയൂസ് സ്വന്തമായിട്ട് തന്നെ ഇഷ്ടം തോന്നട്ടെ അല്ലെങ്കിൽ സ്വന്തമായി തന്നെ സ്നേഹിക്കട്ടെ എന്നുള്ളതായിരുന്നു ആ ശാപം. അങ്ങനെ നാർസിയൂസ് ഇങ്ങനെ നടന്നു പോകുന്ന വഴി ഒരു ജലാശയത്തിന്റെ സൈഡിൽ എത്തുമ്പോഴേക്കും ഇങ്ങനെ ആളെ നോക്കാണ്. ആളുടെ മുഖം തന്നെ ആള് കാണാണ്, പ്രതിബിംബം കാണാണ് ഈ ജലത്തിലൂടെ. അപ്പൊ എന്തു പറ്റും? ഈ ശാപം ആ സമയത്ത് ഏൽക്കാണ്. ആൾക്ക് അതിങ്ങനെ കണ്ട് തന്നോട് തന്നെ ഇഷ്ടം തോന്നി അവിടെ തന്നെ വീണാണ് ആള് മരണപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ നാർസിസ്റ്റിക് എന്നുള്ള ഒരു പേരുണ്ടായത്. ഇതാണ് അതിന്റെ പിന്നിലുള്ള കഥ. അപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മൾ അതെങ്ങനെയാ പേര് വന്നതെന്ന് അറിയണ്ടേ. അപ്പൊ ആരെങ്കിലും ചോദിച്ചത് ഇങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് നിങ്ങൾ പറയാ. അപ്പൊ ഇങ്ങനെയാണ് നാർസിസ്റ്റിക് എന്നുള്ള ഒരു പേര് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. ഗ്രീക്ക് മിത്തോളജി അനുസരിച്ചിട്ടാണ് ഈ ഒരു നെയിം നമുക്ക് വന്നത്. ഇനി നമുക്ക് ചില പൊതുവെയുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ NPD ഉള്ള ആളുകളിൽ പൊതുവെ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന്. അതിൽ ആദ്യത്തേതാണ് എപ്പോഴും അവർക്ക് അവരെ പറ്റി മാത്രമേ വിചാരം ഉണ്ടാവുള്ളൂ. എന്റെയാണ് എല്ലാം, അല്ലെങ്കിൽ എനിക്കുള്ളതാണ് എല്ലാം, ഞാനാണ് ഏറ്റവും വലിയ, അങ്ങനത്തെ ഒരു ഫീലില് എല്ലാം എന്റെ തന്നെയാണ്. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ അത് എന്ത് ചെയ്തിട്ടാണെങ്കിൽ പോലും അത് നേടാൻ വേണ്ടിയിട്ട് ഇവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളുകളായിരിക്കും. അതിപ്പോ ഒരാളെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും ശരി, അവർക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. അവർക്ക് വേണ്ട സാധനം അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം. പിന്നെ നമുക്ക് സാധാരണയായിട്ട് ഇങ്ങനെ വിചാരിക്കില്ലേ, നമ്മളിങ്ങനെ നമ്മുടെ വിഷമം അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് വിഷമം പറയാം. ആ വിഷമം പറയുന്ന സമയത്ത് ചിലപ്പോ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റണമെന്നൊന്നും ഉണ്ടാവില്ല അല്ലെ. പക്ഷെ എന്നാൽ പോലും നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ ഈ പ്രശ്നം ഒന്ന് മാറ്റി കൊടുക്കണേ, അല്ലെങ്കിൽ ഇതൊന്ന് വേഗം സോൾവ് ആയാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഈ കൂട്ടരെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം ഇവരുടെ വായിൽ നിന്നേ വരില്ല. അതുപോലെ തന്നെ എംപതി ഉണ്ടാവില്ല. ഒരാളുടെ ഒരു ഫീലിങ്സിനോട് പോലും ഇവര് കണക്റ്റഡ് ആവില്ല. അതുപോലെ ഒട്ടും തന്നെ എംപത്തറ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കില്ല. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവരായിരിക്കും ഏറ്റവും വലിയവരായിട്ട് ഇവർ കാണാം. എന്ന് വെച്ചാൽ ഇവരാണ് ഭയങ്കര സുപ്പീരിയർ. ബാക്കിയുള്ളവരൊക്കെ എന്റെ അത്രയും കഴിവില്ലാത്തവരാണ്, അല്ലെങ്കിൽ എനിക്ക് മാത്രമേ എല്ലാ കാര്യങ്ങളും അറിയുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും അറിയില്ല. അപ്പൊ ചില ആളുകളാണെങ്കിൽ ഇപ്പൊ ഒരു പാട്ട് പാടുന്ന ആളാണെന്ന് വിചാരിച്ചോ, അയാൾ അത്യാവശ്യം പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷെ ആൾ NPD ഉള്ള ആളാണെങ്കിൽ ആൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ആളൊരു മിസ്റ്റേക്ക് ചെയ്താൽ നമ്മൾ പറഞ്ഞ ആൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആളെപ്പോഴും എന്തായിരിക്കും? ബാക്കിയുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുക, അതിലായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇവര് ഫീൽ ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും ഇവരാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളെന്നാണ്. കാരണം ഇവരെന്ത് കാര്യം ചെയ്താലും ചിലപ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇവർക്ക് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, വെറുതെ ഇത്രയും പൈസ പോയെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ അവരെ സംബന്ധിച്ച് അവര് ചെയ്യുന്ന കാര്യത്തില് അവര് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടാണ് അവർക്ക് തോന്നുക. എന്തും എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ഭയങ്കര ശക്തനാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സമർത്ഥനാണ്, അല്ലെങ്കിൽ ഞാൻ യുണീക്ക് ആണ്, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും. അപ്പൊ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാന്ന് വിചാരിച്ചു, ഇത് ഇങ്ങനെയാണ്, അയ്യോ ഇതിങ്ങനെയായിരുന്നു ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അവര് പറയും, നിനക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, കാരണം നീ എന്റെ ലെവലിലുള്ള ആളല്ല, നിനക്ക് എന്നെ പറ്റിയുള്ള അറിവ്, അല്ലെങ്കിൽ എന്റെ അത്ര അറിവുണ്ടെങ്കിലല്ലേ നിനക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ വരാൻ പറ്റുള്ളൂ, നിനക്ക് അത്ര അറിവില്ലല്ലോ. ആ രീതിയിലായിരിക്കും ഇവരുടെ സംസാരം കൂടുതലായിട്ട് വരാം. പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി, ഇവർ ഏറ്റവും പുകഴ്ത്തി പറയുന്ന കാര്യമാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. എന്ന് വെച്ചാൽ എപ്പോഴും ആരെങ്കിലൊക്കെ ഇവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ഹാപ്പിയാ. അതിനുവേണ്ടി തന്നെയാണ് ഇവർ ജീവിക്കുന്നത്. കാരണം ഇവർക്ക് എപ്പോഴും ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഇവരെ പറ്റി ഇങ്ങനെ പറയുന്നത് ഇവർക്ക് കേൾക്കണം. എന്ന് വെച്ചാൽ ഇവർ യുണീക്ക് ആണ്, ഇവർ സ്ട്രോങ് ആണ്, ഇവർ സക്സസ്ഫുൾ ആണ് എന്നൊക്കെ ഉള്ളത് ബാക്കിയുള്ള ആളുകൾ പറയണം. അങ്ങനെ കേൾക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. ഒരു ചെറിയ ക്രിട്ടിസൈസ് പോലും ഇവരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി റിലേഷൻഷിപ്പിലാവുമ്പോൾ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കുറച്ച് എന്താ പറയാ ഹസ്ബൻഡ് വൈഫ് ആ ഒരു ഏരിയ ആയിരിക്കും കേട്ടോ നോക്കുന്നത്. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു ഹസ്ബൻഡ് വൈഫിൽ മാത്രമല്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. ഇപ്പൊ നമ്മള് ചൈൽഡ്ഹുഡിലാണെങ്കിൽ പാരന്റ്സിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ അത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. അപ്പൊ അത് നമ്മൾ നെക്സ്റ്റ് സെഷൻസിൽ നമ്മൾ അത് പറയുന്നുണ്ട് കേട്ടോ, ആ ഒരു ഏരിയയിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇതിൽ നമ്മൾ ഇതായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരൊരു റിലേഷൻഷിപ്പിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കല്യാണം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പാർട്ട്ണർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കത് എത്രത്തോളം ആവുമെന്ന് പോലും ചിലപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല.
ചിലപ്പോ ഈ പാർട്ട്നേഴ്സ് വന്ന് നമ്മളോട് പറയും ഭയങ്കര പ്രശ്നമാണെന്നേ, എനിക്കറിയൂല, ഞാൻ എന്റെ പരമാവധി ചെയ്യുന്നുണ്ട്, ഞാൻ ഒരു മാക്സിമം ഹാപ്പി ആക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടും ആൾക്ക് അതിലൊരു സംതൃപ്തി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും എന്നെ വഴക്ക് പറയാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസോർഡർ ഉള്ള ആളുകൾക്ക് മാനസികമായിട്ട് കൂടുതലുള്ള ആളുകളെ തളർത്താനൊക്കെ ഉള്ള ഒരു കഴിവെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ ഇവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഇവര് എന്തും ചെയ്യും. ഇപ്പോ ആ ഒരു പാർട്ട്ണർ അതിന് സമ്മതിച്ചില്ല എന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ആ പാർട്ട്ണറിനെ ഏത് രീതിയിൽ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ എങ്ങനെ നമുക്ക് കണ്ടീഷൻ ചെയ്തെടുക്കാം, ഈ വക കാര്യങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര കഴിവായിരിക്കും. ഓക്കെ, അപ്പോ ഇതൊക്കെ സാധാരണ നമ്മൾ കാണുന്ന ചില ലക്ഷണങ്ങളാണ്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ല മാം. No, ma'am. ഇല്ല മാം. ഇല്ല ബോറടിക്കുന്നില്ല. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ചില ലക്ഷണങ്ങൾ, പൊതുവെയുള്ള ലക്ഷണങ്ങൾ. അപ്പൊ നമ്മൾ ഈ ചില ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇന്ന ഒരാൾ ഇത് ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഡയഗ്നോസിസ് ക്രൈറ്റീരിയ ഒക്കെ നോക്കിയിട്ടാണ് ഇന്ന ആൾക്ക് ഇന്ന പ്രശ്നമാണെന്ന് നമ്മൾ സ്ഥിരീകരിക്കുക. ഓക്കെ, അപ്പൊ ഇത് പൊതുവെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോ ഇതിൽ തന്നെ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, ഈ നാർസിസം എന്ന് പറയില്ലേ, ഇത് തന്നെ പല ടൈപ്സിലാണ് നമുക്ക് കാണാൻ പറ്റുക. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ കൂടുതലും സെയിം രീതി തന്നെ ആവണമെന്നില്ല. പല ആളുകൾക്കും ഇത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലൊക്കെ കാണിക്കുന്നത്. അപ്പൊ നമുക്കിനി ഏതൊക്കെ ടൈപ്സ് ആണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാന്നുള്ളത് നോക്കാം. അതിൽ ഏറ്റവും മെയിൻ ഫസ്റ്റ് 2 കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് ഓവേർട്ട് നാർസിസ്റ്റും കവേർഡ് നാർസിസിസ്റ്റ് ആണ്. ഓവേർട്ട് നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറമെ കാണാൻ പറ്റും ഇവർ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെപ്പോഴും ഇവരെ തന്നെ പൊക്കി പറഞ്ഞുകൊണ്ട് നടക്കുക, ഇല്ലെങ്കിൽ അവരുടെ വേഷവിധാനത്തിലായിക്കോട്ടെ, ഇവരുടെ ലക്ഷറീസ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതിലായിക്കോട്ടെ, ഇതിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ജസ്റ്റ് അത് നോക്കിയാൽ മതി. ഓവേർട്ട് എന്ന് പറഞ്ഞാൽ ഓവർലി അവര് അത് കാണിക്കും. കവേർട്ട് എന്ന് പറഞ്ഞാൽ ഇവരിത് കാണിക്കില്ല, പുറമേ കാണിക്കില്ല, പക്ഷെ സെയിം ഇന്റൻഷൻ തന്നെയായിരിക്കും. ഇവർക്ക് ഏറ്റവും വലിയ ആളാവണം, അറ്റൻഷൻ കിട്ടണം എന്നൊക്കെയുള്ള തോന്നലായിരിക്കും. പക്ഷെ ഇവരെന്ത് ചെയ്യില്ല, പുറമെ അതങ്ങനെ അധികം കാണിക്കാറില്ല. പിന്നെ ഇവരുടെ തോന്നൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ കവേർഡ് നാർസിസിസ്റ്റ് ആണെങ്കിൽ അവരുടെ തോന്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്നോട് അസൂയാണ്. എനിക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും എന്നോട് അസൂയാണ്. ഇനി ആരെങ്കിലും ഒരാൾ ഇവരെ കോംപ്ലിമെന്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, അപ്പൊ ഇവര് വിചാരിക്കും ഓക്കെ അവരെന്നോട് നല്ലത് പറഞ്ഞില്ല, അപ്പൊ അവരെന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവരൊക്കെ കൂടി എനിക്കെതിരെ എന്തോ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും എന്റെ മാറ്ററേ അല്ല, ഞാൻ സ്ട്രോങ് ആണ്. പക്ഷെ ചില സമയത്ത് ഇവർക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും, ആർക്കും എന്നെ വേണ്ട, അല്ലെങ്കിൽ എല്ലാവർക്കും എന്നോട് അസൂയാണ്, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയാണ് കവേർഡ് നാർസിസിസ്റ്റിന് ഉണ്ടാവുക. ഓവേർട്ട് നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവര് പുറമെ കാണിക്കും, അവർക്ക് ഉള്ള കാര്യങ്ങളൊക്കെ അവർ പുറമെ എക്സ്പ്രസ് ചെയ്യും. അത് ജസ്റ്റ് 2 ടൈപ്സ് ആണ്. ഇനി നമുക്ക് ഓരോന്ന് പറയാം. അതിൽ ഫസ്റ്റ് ആണ് ഗ്രാൻഡിയോസ് നാർസിസിസ്റ്റ്. ഗ്രാൻഡിയോസ് നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഞാൻ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റേ എന്താ പറയാ ഭയങ്കര വലിയ ആളാണെന്നൊക്കെ ചിന്തിക്കില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും ഈ ഗ്രാൻഡിയോസ് നാർസിസിസ്റ്റുമാര് പുറമെ കാണിക്കുന്നത്. ഏറ്റവും മുൻപിൽ നിൽക്കുന്ന അവരുടെ ഒരു ക്യാരക്ടറാണിത്. ഞാനാണ് ഏറ്റവും വലുത്, ഞാനാണ് വലിയ സംഭവം എന്നുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും അവർക്ക് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ ഇവർക്കൊരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും കൂടുതൽ. എന്ന് വെച്ചാൽ എല്ലാം ഈ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിലൊക്കെ ഒരു ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇവർക്ക് ഇങ്ങനെ ഉൾവലിഞ്ഞു നിൽക്കുന്ന പ്രകൃതിയൊന്നും ഉണ്ടാവില്ല. ഇവർക്ക് എപ്പോഴും എന്താ പറയാ എല്ലാവരുമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്ത് നടക്കുക. കാരണം ഇവർക്ക് എല്ലാവരും പറയണ്ടേ ഇവർ ഭയങ്കര സംഭവമാണ്, ഇവരാണ് ഇതൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് കേൾക്കണ്ടേ. അപ്പൊ അതിനു വേണ്ടി ഇവരെന്ത് ചെയ്യും, ഇവർ പുറമെ ഇറങ്ങി ഭയങ്കരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക, എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ ഇവർക്ക് ചില ആളുകളെയൊക്കെ പറഞ്ഞു വീഴ്ത്താനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവും. ഓക്കെ, NPD ഉള്ള ആളുകൾക്ക് പൊതുവെ ഉള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവര് നന്നായിട്ട് സംസാരിക്കും. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് അത്രയും നന്നായിട്ട് സംസാരിക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ NPD ഉള്ള ഒരാൾക്കാണെങ്കിൽ നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് അവർക്ക് പറ്റും. ഒരാളെ എങ്ങനെ അവരുടെ രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവും. ആ രീതിയിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് അവർക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ മെയിൻ ആയിട്ട് എല്ലാ ടൈപ്സ് ഓഫ് NPDയിലും പറയുന്ന കാര്യമാണ്, കൂടെ നിൽക്കുന്ന ആളോട് ഒരു എംപതിയോ ഒരു ഫീലിങ്സോ ഒന്നും തന്നെ ഈ കൂട്ടുകാർക്ക് ഉണ്ടാവില്ല. ഇനി അവർക്ക് അങ്ങനെ ഒരു കൺസിഡറേഷൻ കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, ഇവർ ഇങ്ങനെ പുറത്തിറങ്ങി സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോൾ ഒരു പരിപാടി നടന്നു വിചാരിക്കും, റെസിഡൻസ് അസോസിയേഷനിൽ ഒരു സെലിബ്രേഷൻ വെച്ചു,
അപ്പൊ ഇയാളാണ് ഏറ്റവും മുമ്പിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ പരിപാടി കഴിഞ്ഞു, ആളുകളൊക്കെ പോയി, ഇയാളെ നമ്മൾ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ആണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടി വരുന്ന മുന്നേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. പക്ഷെ അത് ഇയാളാണ് തുടങ്ങി വെച്ചെന്ന് പോലും ആർക്കും അറിയാനും സാധിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇങ്ങനെയുള്ള വ്യക്തികൾ ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് വൾനറബിൾ നാർസിസിസ്റ്റ്. വൾനറബിൾ നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് കുറച്ചും കൂടി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ പൊതുവെ എന്താ പറയാ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാണ്ട് ഇവർക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കാനായിരിക്കും. ഓക്കെ, അപ്പോ ഈ ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവർ എപ്പോഴും ഇവരാണ് വിക്ടിം, അല്ലെങ്കിൽ എന്നെയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു മനോഭാവമായിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവാം. അപ്പോ അവരെങ്ങനെ വിചാരിക്കാന്നറിയോ? എല്ലാവരും എന്നോട് ഇങ്ങനെയാണ്, എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പെരുമാറുന്നത്, എനിക്കൊരു സ്ഥാനം തരുന്നില്ല. എന്ത് സിറ്റുവേഷൻ വന്നാലും ഇവര് എന്ത് ചെയ്യും? ഒരു വിക്ടിം റോളായിട്ടായിരിക്കും ഇവര് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്ക് ഇങ്ങനെ വിക്ടിം ആവണം, അതോടൊപ്പം തന്നെ എന്താ അവര് വിക്ടിം ആവാൻ കാരണം എന്താണെന്നറിയോ? അപ്പൊ അങ്ങനെ പറയില്ല ഇവര്, എന്നെ ആരും നോക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളിങ്ങനെ നിൽക്കുന്നത്, ഇൻട്രോവേർട്ട് ആയിട്ട് ഈ ഒരു ക്യാരക്ടറിൽ ആള് നിൽക്കുന്നത്. സെയിം ഈ പറഞ്ഞ പോലെ ഇയാൾക്കും എന്തുണ്ടാവില്ല, മറ്റൊരാളുടെ ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും മനസ്സിലാക്കാനുള്ള ഇതുണ്ടാവില്ല, എമ്പതി ഉണ്ടാവില്ല. ഒരാള് വിഷമിച്ച പോട്ടെ എന്ന് പറയാൻ പോലും ആളെ കൊണ്ട് സാധിക്കുന്നുണ്ടാവില്ല. എപ്പോഴും മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. നല്ലതൊന്നും പറയാനായിട്ട്, നല്ലതേ അങ്ങനെ പറയാറേ ഇല്ല. NPD ഉള്ള ആളുകൾ നല്ലത് പറയാൻ ഭയങ്കര പാടാണ്, അങ്ങനെ പറയാറില്ല. ഇൻ കേസ് അങ്ങനെ പറയണം എന്നാണെങ്കിൽ അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആളുകളെ പറ്റി മാത്രമേ അവരത് പറയത്തുള്ളൂ. പിന്നെ നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യുന്ന അറിയോ? നമ്മളൊരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരാളെയാണ് നമ്മൾ കല്യാണം കഴിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ കൂടെയുള്ള ആളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മള് ആൾക്ക് ഇപ്പൊ ആള് പറയാണെന്ന് വിചാരിച്ചോ, ഞാനിങ്ങനെ വിക്ടിം റോളാണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആള് പറയണ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ആർക്കും ഒരു ഇതില്ല, ആരും എന്നെ അങ്ങോട്ട് അംഗീകരിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഹസ്ബൻഡ് വീട്ടിലുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ വൈഫ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഉണ്ട്, ഇല്ലടോ അങ്ങനെയൊന്നും അല്ല, എല്ലാവരും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും അത് വെറുതെ ആയിപ്പോകും. കാരണം അത് വൺ വേ മാത്രമേ അത് പോവുള്ളൂ. വൈഫ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇതൊന്നും ഹസ്ബൻഡ് അത് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഹസ്ബൻഡിന്റെ ഉള്ളിൽ എന്താ ആവശ്യം? എല്ലാവരുടെ അടുത്തും കൺസിഡറേഷൻ കിട്ടണം. സെയിം ഓപ്പോസിറ്റും കുറെ ഫാമിലി ഇഷ്യൂസിൽ ഇതുപോലെ വൈഫിന് NPD ആയിട്ടുള്ള കേസസും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോ ആർക്കാണെങ്കിലും കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം വരാം. മെയിൽസിനാണ് കൂടുതലും NPD കാണപ്പെടുക, വുമനും NPD ഉണ്ടാവാറുണ്ട്. അപ്പോ ഇതാണ് വൾനറബിൾ നാർസിസിസ്റ്റ്. അവരൊരു വിക്ടിം റോള് പ്ലേ ചെയ്യും, അത് നിന്നുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണം? കൺസിഡറേഷൻ വേണം. ബാക്കി സെയിം ആണ്, ഇവർക്ക് എമ്പതി ഇല്ല, അതുപോലെ ആരുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല, എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക, ഇതായിരിക്കും ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് മാലിഗ്നന്റ് നാർസിസിസ്റ്റ്. അപ്പൊ മാലിഗ്നന്റ് നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ അവര് പവർ ആണ് ആഗ്രഹിക്കുക. ഓക്കെ, അവർക്ക് എപ്പോഴും ഇങ്ങനെ എന്താ പറയാ, എല്ലാവരും എനിക്ക് ഭരിക്കണം, ആ ഒരു ഫീലിംഗ് ആയിരിക്കും മാലിഗ്നന്റ് നാർസിസിസ്റ്റിന് ഏറ്റവും മുൻപിലായിട്ട് നിൽക്കുന്നത്. അപ്പോ ഈ കൂട്ടരാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളവര്. കാരണം ഇവര് എന്ത് ചെയ്താലും ഓക്കെ, കൂടെ നിൽക്കുന്ന ആള് നമ്മൾ എതിർത്ത അവരങ്ങ് തളർത്തി കളയാന്നുള്ള ഫുൾ ടാക്ടിക്സും ഇവരിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെയാണെങ്കിലും ശരി, അത് ക്രൂവൽ ആയിട്ടാണെങ്കിൽ പോലും അങ്ങനെ ചെയ്ത് അവരില്ലാതെ ആക്കാം എന്നുള്ളൊരു തോന്നല് വരെ ഈ മാലിഗ്നന്റ് നാർസിസിസ്റ്റിന് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള ആളുകളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് അവർ സൈക്കോപാത്തായി മാറും, അവർ ആന്റി സോഷ്യലായി മാറും, ഇല്ലേ, ആളുകളെ കൊല്ലാനും അതുപോലെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി ആ ഒരു രീതിയിലേക്ക് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്തത് അവർ പോവുക ആ ഒരു സ്റ്റേജിലേക്കായിരിക്കും. അപ്പൊ ഏറ്റവും ഡേഞ്ചർ സ്റ്റക്കായി പോയി മാം. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. സ്റ്റക്കാണ് മാം.
വോയിസ് പ്രോബ്ലം എന്തോ വന്നിട്ടുണ്ടല്ലോ. മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഇല്ല ഇല്ല ഇല്ല, കേൾക്കാനില്ല. ശരി, കാണാനുമില്ല. കാണാനുമില്ല, കേൾക്കാനുമില്ല. ഇല്ല. യെസ്. ഇപ്പൊ ഓഡിബിൾ ആണോ? ഓഡിയബിൾ ആണ്, കാണാനില്ലല്ലോ. കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഓഡിബിൾ ആണ്. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതാണേ. ആ, ഓക്കെ. ഓക്കെ, കണ്ടിന്യൂ ആയിട്ടെ. പെട്ടെന്ന് ലെഫ്റ്റ് ആയി പോയി, എന്ത് പറ്റിയതാണെന്ന് അറിയില്ല, തന്നെ എല്ലാം സ്റ്റക്ക് ആയി പോയി. ഓക്കെ, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അപ്പൊ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയേ? മാലിഗ്നന്റ് നാർസിസിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ ആണ് ബെനിഗ്ന്റ് നാർസിസിസ്റ്റ്. അത് നെക്സ്റ്റ് ഒരു ടൈപ്പ് ആണ്. അപ്പോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ദോഷമൊന്നുമില്ല ഇവരെ കൊണ്ട്. ഇവർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും ഇവരെ കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. എംപതി അങ്ങനെ ഉണ്ടാവില്ല. എന്നാൽ പോലും ചിലപ്പോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരാൾ സങ്കടപ്പെട്ടിരിക്കുമ്പോ പോട്ടെ എന്നൊക്കെ പറയാൻ ചിലപ്പോൾ ഇവർക്ക് പറ്റുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ മറ്റൊരാൾ ഉപദ്രവിക്കുകയൊന്നുമില്ല. ഈ ബെനിഗ് നാർസിസിസ്റ്റ് ഇവരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇവരുടെ തന്നെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പണ്ട് ഇങ്ങനെ ആയപ്പോഴേക്കും ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇവിടെ പോയപ്പോഴാണ് അവിടെ ആളുകൾ കൂടുതൽ വന്നത്, ഞാൻ ഇന്ന കാര്യം ചെയ്തപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചു. ഇവരെ തന്നെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എന്ന് വെച്ചാൽ അതിനൊരു അവസാനം ഉണ്ടാവില്ല. ആര് പോയാലും വന്നാലും ഇവരെ തന്നെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ചിലപ്പോ ഇവരെക്കാളും വലിയൊരാള്, ചിലപ്പോ ഈ ഒരു ഏരിയയിൽ തന്നെ അവരെക്കാളും മികച്ച ഒരാളാണ് അവരുടെ മുന്നിലിരിക്കുന്നതെന്ന് വിചാരിച്ചോ, എന്നാൽ പോലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അവരെ പറ്റി ഒന്നും സംസാരിക്കാതെ ചോദിക്കാതെ ഇവരെ പറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കമ്മ്യൂണൽ നാർസിസിസ്റ്റ്. കമ്മ്യൂണൽ നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇപ്പൊ മാം പറഞ്ഞില്ലേ ഇവര് അവരെ തന്നെ ആ വിഭാഗത്തിന്റെ പേരെന്താ? ബെനിഗ്ന്റ് നാർസിസിസ്റ്റ്, BENINGN. മാഡം അതൊന്നും കൂടെ പറയാൻ പറ്റുമോ? അതിന്റെ മുന്നേ നമ്മള് ബെനിഗ്ൻ എന്നാ പറയാ. ബിനൈൻ നാർസിസം ആണ്, മാലിഗ്നന്റ് ആൻഡ് ബിനൈൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഇതൊന്നുകൂടി പറയാനല്ലേ പറഞ്ഞത്? എനിക്ക് ഇതിന്റെ മുന്നത്തെ മുതൽ പറയാനാണോ? ഹെഡിങ് മാത്രം മതിയായിരുന്നു. അല്ല, ആരോ ചോദിച്ചിരുന്നു ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ. ഓക്കെ, ഞാൻ എന്തായാലും ഒന്നുകൂടി പറയാം. മാലിഗ്നന്റ് നാർസിസിസ്റ്റ് ഒന്നും കൂടി പറയാം. എനിക്ക് തോന്നുന്നു ആരോ ചോദിച്ചെന്ന്. മാലിഗ്നന്റ് നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ടീം. അപ്പൊ ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഇതില് എല്ലാവരെയും എനിക്ക് ഭരിക്കണം അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഇവരുടെ കൂടെയുള്ള ആളുകൾ ഉപദ്രവിക്കാൻ വരെ ഇവര് മടിക്കില്ല. ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് നാർസിസിസ്റ്റ് ഇല്ലേ, ഇവര് ഇങ്ങനെ ചെയ്ത് ഇവർ ഓട്ടോമാറ്റിക്കലി അടുത്ത സ്റ്റേജിലേക്ക് പോകും. അതാണ് സൈക്കോപാത്ത്. ഓക്കെ, ഇങ്ങനെയുള്ളവർ അതിലേക്ക് പോകാനുള്ള ചാൻസസും കൂടുതലാണ്. കാരണം ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി മറ്റുള്ളവർ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരെ കൊല്ലാനോ അതിനൊന്നും മടിയുണ്ടാവില്ല. ഓക്കെ, പിന്നെ ബെനൈൻ നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് വലിയ ദോഷങ്ങളൊന്നുമില്ല. പക്ഷെ എന്താ പറയാ, ഇവരുടെ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഒരാൾ ഉപദ്രവിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവരെ തന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഈ ഒരു ടൈപ്പിൽ വരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് വൺ ആണ് കമ്മ്യൂണൽ നാർസിസിസ്റ്റ്. കമ്മ്യൂണൽ നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ നീ എത്രയോ വലിയവനാണ്, നീ ഇത്രയും കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റുമോ, പക്ഷെ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇങ്ങനെയുള്ള കോംപ്ലിമെന്റ്സ് കേൾക്കാനായിരിക്കും കമ്മ്യൂണൽ നാർസിസിസ്റ്റിന് ഏറ്റവും ഇഷ്ടം.
ഓക്കെ. പിന്നെ ഇതിലും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആരോടും ഒരു എമ്പതിയും ഉണ്ടാവില്ല. അത് മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകളില്ലേ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒറ്റൊരു കാര്യം ചെയ്താൽ മതി. നമുക്കിപ്പോ ഒരു ഡൗട്ട് വന്നെന്ന് വിചാരിച്ചോ, ആൾ NPD ആണോ എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അവരെ ക്രിട്ടിസൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം അവർ ആ സമയത്ത് ഭയങ്കരമായിട്ട് നമ്മളോട് റേസ് ആവും. ഓക്കെ, അങ്ങനെ കാരണം NPD ഉള്ള ആളുകൾക്ക് ഒരു കുഞ്ഞ് ക്രിട്ടിസൈസിങ് പോലും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കമ്മ്യൂണൽ നാർസിസിസ്റ്റിന്റെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ആളുകൾ ഉണ്ടാവും ഭയങ്കരമായിട്ട് ഈ സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യാനായിരിക്കും ഇവർക്ക് ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, എല്ലാവരെയും അറിയിച്ചുകൊണ്ട് കുറച്ച് ഫുഡ് വാങ്ങി ഒരാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ട്സ് ചെയ്യും. അപ്പൊ ചില ആളുകളുണ്ട് അതൊരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാവാം അല്ലെ. ചിലവരത് പരസ്യം കൊടുത്തിട്ട് ചെയ്യും. അത് അവരുടെ മനസ്സിൽ ഉദ്ദേശം ഇത് കണ്ടിട്ട് വേറൊരാളും കൂടി ചെയ്യട്ടെ എന്നുള്ള ഉദ്ദേശത്തിന് ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ ഇവരെ സംബന്ധിച്ച്, കമ്മ്യൂണൽ നാർസിസിസ്റ്റിനെ സംബന്ധിച്ച് അവരിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും അവരത് ചെയ്യുന്നത് അങ്ങനെ ഒരാൾക്ക് സഹായമാവണം എന്ന് കരുതിയിട്ടല്ല, മറിച്ച് സമൂഹത്തിന്റെ മുന്നിൽ ഇവർക്കൊരു പേര് വേണം എന്ന് കരുതി തന്നെ ആയിരിക്കും ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുക. അപ്പോ കമ്മ്യൂണിറ്റി ആയിട്ടായിരിക്കും ഇവർ കുറച്ചും കൂടി ബന്ധപ്പെട്ടിട്ടുണ്ടാവുക. ഇനി നെക്സ്റ്റ് വൺ ആണ് സ്പിരിച്വൽ നാർസിസിസ്റ്റ്. സ്പിരിച്വൽ നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് സെൽഫ് പ്രൊമോഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്കുള്ള അറിവാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് എന്നുള്ളതായിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരിപ്പോ ഒരു കാര്യം ഇവര് പറയാണ് ഭൂമി സ്ക്വയർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇവരുടെ അറിവാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ പറയില്ല എന്താ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് സ്പിരിച്വൽ നാർസിസിസ്റ്റിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് സെറിബ്രൽ നാർസിസിസ്റ്റ്. സെറിബ്രൽ നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടായിരിക്കും മുൻപിലോട്ട് വരാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു യൂണിവേഴ്സിറ്റിയിൽ എക്സാം ഒക്കെ പാസ്സായ ഒരു ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ അതിൽ കാണുന്ന ഫോട്ടോയിൽ ഏതെങ്കിലും ഒരാൾ ചിലപ്പോ മേ ബി കേട്ടോ അതിൽ ആർക്കെങ്കിലും ഈ സെറിബ്രൽ നാർസിസിസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ മാക്സിമം അവരുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഏറ്റവും മുമ്പിൽ വരാനായിട്ട് ശ്രമിക്കും. വന്നു കഴിഞ്ഞാൽ അവരുടെ ചുറ്റുമുള്ള ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യും. അവരൊക്കെ വർത്ത്ലെസ് ആണ്, അവരെ കൊണ്ടൊന്നും ഒരു ഉപകാരം ഇല്ല എന്നുള്ള രീതിയിൽ ഇവരത് അണ്ടർലൈൻ ചെയ്ത് പറയും. അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരാണ് സെറിബ്രൽ നാർസിസിസ്റ്റ്. പക്ഷെ ഇവരുടെ മാക്സിമം എന്താ പറയാ കഴിവും ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് എന്ത് കോമ്പറ്റീഷൻസ് ആണെങ്കിലും ഇവർ ആദ്യം എത്താനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെന്ത് ചെയ്യുക, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ വർത്ത്ലെസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് നെഗ്ലെക്ട്ഫുൾ നാർസിസിസ്റ്റ്. ഇവരെ സംബന്ധിച്ച് ഇവര് വിചാരിക്കുന്ന കാര്യം ഇവരുടെ ചുറ്റുമുള്ളവരൊക്കെ ഇയാളെ അല്ലെങ്കിൽ ഇവരെ സെർവ് ചെയ്യാനായിട്ടുള്ളവരാണെന്നാണ് ഈ നെഗ്ലെക്ട്ഫുൾ നാർസിസിസ്റ്റിന്റെ വിചാരം. ഓക്കെ, അല്ലെങ്കിൽ അവർക്കൊരു ജീവിതം ഉണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ട്, ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. ഇവരുടെ മനസ്സിൽ എന്താ, എന്റെ ചുറ്റും കുറച്ച് ആളുകളുണ്ട്, ഇവരൊക്കെ എന്നെ നോക്കിക്കോളാം, ഇവരൊക്കെ എന്നെ സെർവ് ചെയ്തോളാം, അല്ലാതെ ഇവർക്ക് ഇവരുടെ ജീവിതമൊന്നും വേണ്ട, അങ്ങനെയുള്ള ഫീലിങ്സ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. സ്ട്രിക്ട്ലി ഒരു വൺ വേ, എന്താ പറയാ, നമ്മളൊരു കാര്യം കൊടുത്താൽ നമുക്കത് തിരിച്ചു കിട്ടണമെന്നില്ല. എല്ലാം കൊടുക്കുക, എല്ലാ ആളിങ്ങനെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കും, ഒന്നും നമുക്ക് തിരിച്ചു തരില്ല. ഓക്കെ, ഇപ്പൊ നമ്മള് എന്താ പറയാ അവരവരുടെ കാര്യത്തിൽ മാത്രമായിരിക്കും അവര് ശ്രദ്ധ കൊടുക്കുന്നത്. അതുപോലെ അവനവന്റെ ജീവിതം നോക്കിക്കുക. ചിലപ്പോ നമ്മളുടെ തൊട്ടടുത്ത വീട്ടില് തീ പിടിച്ചാലും അപ്പത്തെ വീട്ടിലല്ലേ തീ പിടിക്കട്ടെ, ഞാൻ എന്ത് ചെയ്യണം. ചിലപ്പോ ഒരു ഹസ്ബൻഡും വൈഫാണ്, വൈഫിനാണ് ഈ പ്രശ്നമെങ്കിൽ ഹസ്ബൻഡ് ചിലപ്പോ ഒരു ദിവസം തലവേദനയൊക്കെ എടുത്തിട്ട് വയ്യാതെ കിടക്കുകയാണെങ്കിൽ അയാൾക്കല്ലേ തലവേദന, ഞാൻ എന്ത് ചെയ്യണം. ഓക്കെ, അവനവന്റെ ജീവിതം അവനവന്റെ കാര്യം അതിൽ മാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധ. അങ്ങനെയുള്ള വൈഫാണെങ്കിൽ ഹസ്ബൻഡിനോട് പറയും തനിക്ക് തലവേദന ആണെങ്കിൽ താൻ പോയി മരുന്ന് വാങ്ങി കഴിക്കും, ഞാനിൽ എന്ത് ചെയ്യാനാന്നുള്ളതേ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള നെഗ്ലെക്ട് ചെയ്ത് കളയും, ബാക്കിയുള്ളവർ അവിടെ ഇല്ലാന്ന് തന്നെ ആക്കി കളയും. അങ്ങനെയുള്ള നാർസിസിസ്റ്റ് ആണ് നെഗ്ലെക്ട്ഫുൾ. ഇനി നെക്സ്റ്റ് വൺ സെൽഫ് റൈറ്റിയസ് നാർസിസിസ്റ്റ് ഉണ്ട്. സെൽഫ് റൈറ്റിയസ് നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, നമ്മളുടെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് പോളിസീസ് ഉണ്ടാവും, നമ്മൾ തന്നെ ഒരു മോറൽ വാല്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇവരെ സംബന്ധിച്ച് എന്താണെന്നറിയോ, ഇവര് വിചാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം ബാക്കിയുള്ളവരും വിചാരിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ അയാൾ വിചാരിക്കുകയാണ് ഇപ്പൊ ആള് കുറച്ച് വൃത്തിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ, വേറെ ഇതൊന്നും ഇല്ല, അല്ലെങ്കിൽ വേറെ ഒരു ഡിസോർഡറിന്റെ കാര്യമല്ല പറയണേ, അല്ലാതെ തന്നെ അയാൾ വൃത്തിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചു. ഇയാളുടെ വീട്ടില് പൊടി ഇതൊക്കെ കണ്ട ഭാര്യനെ കൊണ്ട് തുടപ്പിക്കും,
ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ വൈഫ് ആണെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കുക. താൻ ഇന്ന് ഓഫീസിൽ പോയില്ലെങ്കിലും പ്രശ്നമില്ല, എവിടെയൊക്കെ ക്ലീൻ ചെയ്തിടണം എന്ന് പറയാം. അങ്ങനെയൊക്കെയാന്ന് വിചാരിച്ചോ. ഇവര് ഒരു വിസിറ്റിന് ആരെയോ വിളിച്ചിട്ട് വേറൊരു വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയപ്പോഴേക്കും എന്താ പറയാ, കുറച്ച് പൊടിയൊക്കെ കണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ NPD ഉള്ള ആൾ എന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇവർക്കൊന്നും ഒരു ബോധമില്ല, ഇങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത്, ഇങ്ങനെ ഇത്ര കാര്യങ്ങൾ ഇവർക്ക് അറിയാൻ പാടും എന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ വെച്ച് ഇവരുടെ ഒരു റൂൾസ് അല്ലെങ്കിൽ ഇവരുടെ പോളിസീസ് വെച്ചിട്ടായിരിക്കും ഇവര് ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് കോൺവെർസേഷണൽ നാർസിസിസ്റ്റ്. കോൺവെർസേഷണൽ നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും നമ്മളിപ്പോ ഒരു കോൺവെർസേഷനിലാണെന്ന് വിചാരിച്ചോ, നമുക്ക് പറയാനൊരു സമയമേ തരില്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പറയണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷെ അവരെന്ത് ചെയ്യും, അവര് നമുക്ക് ഒരു ഗ്യാപ്പ് തരില്ല പറയാൻ, അവർക്ക് അവരുടെ കാര്യം തന്നെ പറയണം. അപ്പൊ നമുക്കൊരു ഇത്തിരി സമയം കിട്ടിയെന്ന് വിചാരിച്ചു, ഇവരോട് സംസാരിച്ച സമയത്ത് ഒരു ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഞാൻ ഇപ്പൊ എന്റെ കാര്യം പറയാമെന്ന് വിചാരിച്ചോ, പക്ഷെ ഞാൻ എന്റെ കാര്യം പറഞ്ഞ് തുടങ്ങും. ആ തുടങ്ങിയതിന്റെ പകുതി വെച്ചിട്ട് അയാള് എന്ത് ചെയ്യും, അതിന്റെ കണ്ടിന്യൂവേഷൻ പറഞ്ഞിട്ട് വീണ്ടും ആ ആളുടെ തന്നെ കാര്യമായിരിക്കും പിന്നീട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ആ കോൺവെർസേഷൻ ഒരാളാണ് മെയിൻ ആയിട്ട് സംസാരിക്കുക, മറ്റേ ആൾക്കൊരു റോള് പോലും കൊടുക്കില്ല. അങ്ങനെയുള്ള ആളുകളാണ് കോൺവെർസേഷണൽ നാർസിസിസ്റ്റ്. ഇപ്പൊ നമ്മള് ഒരു എന്താ പറയാ, കുറച്ച് ടൈപ്സ് ഓഫ് നാർസിസിസ്റ്റ് നമ്മളിപ്പോ നോക്കി. അപ്പൊ ഇതൊരു ഓവർവ്യൂ ആയിട്ടാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞത് ഓരോന്നെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കുറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു വെബിനാർ ആയതുകൊണ്ട് നമ്മൾ കട്ട് ഷോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ആളുകളില്ലേ എന്ന് വെച്ചാൽ ഈ NPD ഉള്ള ആളുകൾക്ക് അറിയില്ലല്ലോ അവർക്ക് NPD ആണെന്നുള്ളത്, അല്ലെ? അവരുടെ ചില സ്വഭാവങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ചില എന്താ പറയാ, എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫീലിങ്സ് ആണ്. അപ്പൊ ഇവരെങ്ങനെയാണ് ഇവരുടെ പാർട്ട്ണറിനെ ചൂസ് ചെയ്യാം? ഇവർക്ക് ചില വഴികളൊക്കെ ഉണ്ടെന്നാ പറയാ. സൈക്കോളജിക്കലി നോക്കുമ്പോൾ ഇവരുടെ പാർട്ട്ണർ അല്ലെ, അല്ലെങ്കിൽ അവരുടെ വിക്ടിമിനെ ചൂസ് ചെയ്യാനായിട്ട് ചില കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അവരിൽ ശ്രദ്ധിക്കുക. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ചിലതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ലാക്ക് ഓഫ് ബൗണ്ടറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരിങ്ങനെ ആരെങ്കിലായിട്ടൊക്കെ ഇവര് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നോട്ടീസ് ചെയ്യും. ഇവർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളുകളായിരിക്കും കേട്ടോ. അപ്പൊ ഇവരെന്താ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇവർ തെരഞ്ഞെടുക്കുന്ന പാർട്ട്ണർ എങ്ങനെയുള്ള ആളായിരിക്കും എന്ന് പറഞ്ഞാൽ, എന്ത് പറഞ്ഞാലും നോ പറയാൻ മടിയുള്ള ആളുകൾ ഉണ്ടാവില്ലേ? എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അവർ ക്ഷീണമായിട്ടിരിക്കുകയായിരിക്കും, എന്നാലും നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ചെയ്തു തരാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവർ സെലക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് കൂടുതലും ഇവർ സെലക്ട് ചെയ്യുന്നത്. കാരണം ഇത് ഇവരൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറ്റിയെടുക്കും. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അവള്, അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും അവൻ നോ പറയൂല, ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവും. കാരണം ഇതുവരെയുള്ള ആ ആളായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്ന് നമുക്കത് മനസ്സിലായി. കാരണം ആൾക്കൊരു ബൗണ്ടറി ഇല്ല, ആള് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നില്ല. ആരെന്ത് വന്ന് ചോദിച്ചാലും ആളുടെ ക്ഷീണവും ഇതൊക്കെ മറന്ന് ആള് മറ്റാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള ആളുകളെ NPD ഉള്ള ആളുകൾ സെലക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ എംപതി, കൈൻഡ്നെസ്, ഓക്കെ, നമ്മൾ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ആളുകള്, അല്ലെങ്കിൽ ആരെന്ത് ചോദിച്ചാലും ഞാൻ ചെയ്തു തരാലോ, അതിനെന്താ, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളില്ലേ? എന്നുവെച്ചാൽ അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും മറ്റുള്ളവരോടൊക്കെ. അതിനൊക്കെ ഭയങ്കര എന്താ പറയാ, ഓരോ ആളുകൾക്കും കൊടുക്കുന്ന വിലയൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഈ NPD ഉള്ള ആളുകൾക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇവർക്ക് ഇങ്ങനെ അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ കോൺസ്റ്റന്റ് അറ്റൻഷൻ കിട്ടാൻ ഇതുപോലുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഈസിയാണ്. കാരണം ഇവര് കുറച്ച് എംപത്തറ്റിക് ആണ്, ലവിങ് ആണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഈ അറ്റൻഷനും കിട്ടും, ഇവർക്ക് വേണ്ട വിധം ഇവരെ ഉപയോഗിക്കാനും സാധിക്കും. അപ്പൊ ആ ഒരു രീതി വരുന്നുണ്ട്. പിന്നെയുള്ളതാണ് ലോ സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം കുറവുള്ള ആളുകൾ ഉണ്ടാവില്ലേ? ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും ഓർത്തുകൊണ്ടും നമുക്ക് പല നമ്മളുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മളുടെ നിറമായിരിക്കാം, ചിലപ്പോ അവരുടെ ബോഡി ഇമേജ് ആയിരിക്കാം, ഇല്ലെങ്കിൽ വീട്ടിലെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളാണെന്ന് വിചാരിച്ചോ. അപ്പോ അങ്ങനെ എന്തോ ഒരു ഫാക്ടർ കൊണ്ടിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരാൾക്ക് അവരുടെ സെൽഫ് എസ്റ്റീം കുറവായിട്ട് നമുക്ക് തോന്നി. അങ്ങനെയുള്ള ആളുകളെയാണ് ഇവര് പെട്ടെന്ന് തന്നെ അവരുടെ വഴിയിലേക്ക് കൊണ്ടുവരാം. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇവരെ അങ്ങ് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഇതുവരെയും ചിലപ്പോ ഇവര് അങ്ങനെ ഒരു കോംപ്ലിമെന്റ് പോലും വേറെ ആരിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെ? നമ്മളൊരു റിലേഷൻഷിപ്പിലൊക്കെ ആവുന്ന ആ ഒരു ടൈമില് മിക്ക കേസുകളിലും നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ പോകുന്നത്
വേറെ ആരും തന്നെ പറ്റി ഈ ഒരു രീതിയിൽ ഒരു പ്രൈസോ അങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പെട്ടെന്നായിരിക്കും നമുക്ക് ഒരാളിങ്ങനെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആള് എന്നെ പറ്റി നല്ലത് പറഞ്ഞു, അപ്പൊ ആൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഒരു ഫീലിംഗ് വരും. ഇവർ ആ ഒരു ഇത് ട്രിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവരുടെ മനസ്സിൽ ഇവരെന്താ ചെയ്യുന്നത്, ഇവരിങ്ങനെ ആക്കിയെടുക്കും. ആദ്യം തന്നെ ഇവരെ കണ്ട് ഇവരെ പറ്റി കുറെ അങ്ങ് എന്താ പറയാ ഇവർക്ക് പൊക്കിയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ഇവരെ ട്രീറ്റ് ചെയ്ത് പിന്നെ ഇവരെന്ത് ചെയ്യും, പതുക്കെ ഇവരുടെ സ്വഭാവം കാണിക്കാൻ തുടങ്ങും. പിന്നെ പതുക്കെ ഇവരെന്ത് ചെയ്യും, ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങും. കൂടെയുള്ള ആളെ ഇവരുടെ കൺട്രോളിൽ വരുത്താനായിട്ടായിരിക്കും ഇവര് ട്രൈ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് അവര് ചൂസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇൻസെക്യൂർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ആയിരിക്കും അവര് സെലക്ട് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇവരിങ്ങനെ ആദ്യം നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ, അപ്പൊ ഇവര് നോക്കും ഇവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഇവരുടെ വീട്ടിൽ വേറെ ഇങ്ങനെ ചോദിക്കാനും പറയാനൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ, അവർക്ക് 3 ആങ്ങളമാരുണ്ട് 2 ആങ്ങളമാരുണ്ട്, അവരൊന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ അധികം ആ ഒരു സൈഡിലേക്ക് പോവാറില്ല. എന്നാലും അങ്ങനെ എന്താ പറയാ അത്രക്ക് സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്ത കുട്ടികളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരായിട്ട് കൂടുതൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരാനും അവര് കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഇവർക്ക് കൂടുതലായിട്ട് വരും. കാരണം ഇവരെ സംബന്ധിച്ച് ഇവരുടെ രീതിയിലേക്കാണ് ഇവർക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് തടസ്സം നിൽക്കാൻ മാത്രം ഒരാളും ഇവരുടെ സപ്പോർട്ട് സിസ്റ്റത്തിൽ ഇല്ല എന്നുള്ളത് ഇവര് ഉറപ്പുവരുത്താറുണ്ട്. ഓക്കെ, ഇതും ഒരു ചാൻസ് ആണ്. അപ്പോ ഇതിൽ അവർ ഉറപ്പുവരുത്തുന്ന കാര്യം ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും സംഭവിച്ചാൽ മറ്റൊരാള് ഹെൽപ്പിന് വരില്ല എന്നുള്ളൊരു ഉറപ്പ് ഇവർക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇവർ സെലക്ട് ചെയ്യും. പിന്നെ പെട്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, ഇപ്പൊ നമ്മളാണെങ്കിലും ചില സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ലൈഫിന്റെ സമയത്ത് നമ്മൾ ഇങ്ങനെ ആയിരുന്നിട്ടുണ്ടാവാം, പെട്ടെന്ന് ആരെന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ച് പോകുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇവർ സെലക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇവര് നോക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകള് പൈസയാണെങ്കിലും സമയമാണെങ്കിലും അവരുടെ എന്ത് സാധനം റിസോഴ്സസ് എന്താണെങ്കിലും ഒരാൾക്ക് ആവശ്യം വന്നാൽ ഇവരെന്ത് ചെയ്യും, ഒന്നും നോക്കാതെ ഇതൊക്കെ എടുത്ത് കൊടുത്തിട്ടായിരിക്കും സഹായിക്കാം. അങ്ങനെയുള്ള ആളുകളാണെങ്കിലും ഇവര് ചൂസ് ചെയ്യും. കാരണം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല പൈസയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവർ കണ്ണടച്ച് ചൂസ് ചെയ്യും. കാരണം ഈ പൈസയൊക്കെ ആൾക്ക് ഉപയോഗിക്കാം അല്ലെ, ഒരിക്കലും അത് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ള കാരണം ഇവർക്ക് എപ്പോഴും വേണ്ടത് എന്താ, ഒരു സ്ഥാനമാണ് ഇവർക്ക് വേണ്ടത്. എല്ലാവരും ഇവരെ കൺസിഡർ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഫീലാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ പണവും അതുപോലെ മറ്റ് റിസോഴ്സസ് ഒക്കെ ഇവർക്ക് സ്വന്തമാവുമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയും ഇവര് ചൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ വേറെ കാര്യം, ഇവരിങ്ങനെ നമ്മളായിട്ട് സംസാരിച്ചൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുമായിരിക്കും, ഇതിന് മുന്നേ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇല്ല എന്നുള്ള മറുപടി പറയുന്ന കുട്ടികളെ അവര് പെട്ടെന്ന് സെലക്ട് ചെയ്യും. കാരണം ഇവരിങ്ങനെ ആലോചിക്കുമ്പോ ഈ വരുന്ന ആളുകള് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, വേറൊരു റിലേഷനിൽ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്താലും ആൾക്കത് മനസ്സിലാവില്ല. നമ്മൾ എങ്ങനെ ഇവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ നോക്കിയാലും അത് ഇവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും എന്നൊക്കെയുള്ള ധാരണ ആയിരിക്കും NPDക്കാരുടെ ഉള്ളില് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇമോഷണൽ ഡിപ്പെൻഡൻസ് ഉള്ള ആളുകൾ എന്ന് വെച്ചാൽ നമ്മൾ ചിലരെങ്കിലും ഇങ്ങനെ എപ്പോഴും ഇമോഷണലി മറ്റൊരാളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും. അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും ഇപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന സമയം നമ്മൾ ചോദിക്കും ഡ്രസ്സ് എടുത്തോട്ടെ ഇത് കൊള്ളാവോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം ഈ ഭക്ഷണം കൊള്ളാമോ, അല്ലെങ്കിൽ ഞാൻ എക്സാമിന് പോയാൽ ഞാൻ ജയിക്കോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആരോടെങ്കിലൊക്കെ ഇങ്ങനെ അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്യും. കാരണം അവർക്കറിയാം ഇവരിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന മറുപടി അനുസരിച്ചിട്ടാണ് ഇവരുടെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ NPT ഉള്ളവർ എന്ത് ചെയ്യും, അവർക്ക് മനസ്സിലാവും ആ ഒരാളുടെ ഫീലിങ്സിനെ ആർക്ക് കൺട്രോൾ ചെയ്യാം, ഈ NPD ഉള്ള ആൾക്ക് കൺട്രോൾ ചെയ്യാം. അപ്പൊ അവരുടെ രീതിയിൽ ഇവരെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ചില ആളുകളുണ്ട് ആരെന്തൊക്കെ ചെയ്താലും നമ്മ അങ്ങ് ഭയങ്കരമായിട്ട് ഫോർഗീവ് ചെയ്യും അല്ലെ. ഇപ്പൊ നമ്മളാണെങ്കിലും ചിലരെങ്കിലും അങ്ങനെ ഉണ്ടാവും, ആര് നമ്മളോട് എന്ത് തെറ്റ് ചെയ്താലും ഭയങ്കരമായിട്ട് അവരെ നമ്മൾ ഫോർഗീവ് ചെയ്യും, നമ്മൾ മനസ്സിൽ വെക്കില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയും NPD ഉള്ള ആളുകൾ വിക്റ്റിമായിട്ട് ചൂസ് ചെയ്യും. കാരണം അങ്ങനെ ആവുമ്പോഴേക്കും ഇവരായിട്ടൊരു റിലേഷനിലായി കഴിയുമ്പോഴേ ഇവരുടെ അടുത്ത് നിന്ന് കുറെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നാൽ പോലും നമ്മളൊന്ന് ഓടി മറയാൻ വേണ്ടി നോക്കിയാലും ഇവര് നമ്മളുടെ അടുത്ത് നിന്ന് പോവില്ല. ഇവരെങ്ങനെയെങ്കിലും നമ്മളെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഓവർലി ഫോർഗീവിങ് ആവുമ്പോ അവർക്കറിയാം അവരെന്ത് കാണിച്ചാലും എന്ത് വരില്ല, അവിടെ ഒരു ക്ലാഷ് വരില്ല, അവരത് ഫോർഗീവ് ചെയ്ത് അത് മുമ്പോട്ട് പോകും എന്നുള്ളൊരു ധാരണ ഇവർക്ക് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഒരു വിക്ടിമിനെ അവര് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ?
യെസ് 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 മാം. ഓക്കെ. ഇനി ഇവര് എന്തൊക്കെ തരം ടാക്ടിക്സ് ആണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ തന്ത്രങ്ങളാണ് ഇവർ ഈ വിക്ടിമിനെ ഇങ്ങനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഓക്കെ, ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു ഹസ്ബൻഡും വൈഫും സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോ വൈഫ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മോളിപ്പോ പഠിക്കുന്നില്ല, അത് എന്താ നമ്മൾ ട്യൂഷൻ ആക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മള് ഹസ്ബൻഡിനോട് ചോദിക്കാണ്, അതേടോ നമ്മള് ട്യൂഷൻ ആക്കണ്ടേ, കൊച്ചിന് ട്യൂഷൻ ആക്കണ്ടേ, പഠിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലേ എന്ന് പറയുമ്പോ ഹസ്ബൻഡ് നീ എപ്പോഴങ്ങനെ പറഞ്ഞേ, നീ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ അടുത്ത്. അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞതായിരുന്നല്ലോ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു ഫീല് വരുത്തും. ഓക്കെ, അതിപ്പോ ഈ കാര്യത്തിലല്ല, ഏത് കാര്യത്തിലാണെങ്കിലും. ഇപ്പൊ ചിലപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകണം, ഇല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ റിയാലിറ്റീനെ കൺഫ്യൂഷൻ ആക്കുക എന്നുള്ളതാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചിലപ്പോ നമ്മൾ പറയാണ്, താൻ കഴിഞ്ഞ ദിവസം എന്നെ ഇങ്ങനെ വിളിച്ചില്ലേ, അതെനിക്ക് ഭയങ്കര ഹേർട്ടായി, എനിക്കത് ഭയങ്കര സങ്കടമായി, എനിക്ക് രാത്രി ഉറങ്ങാനൊന്നും പറ്റണില്ല. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഒട്ടും എമ്പതി ഇല്ല, നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നിനക്ക് പ്രാന്താണോ, ഈ ഞാൻ പറയാത്ത കാര്യമൊക്കെ ഇത് എന്തിനെ ഊഹിച്ച് പറയാൻ നടക്കുന്നതെന്നൊക്കെ ചോദിക്കും. കുറച്ചധികം ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ, ഇവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഇവരിങ്ങനെ കുറെ നേരം നമ്മളോട് ഇത് തന്നെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ വിക്ടിമിന് എന്ത് പറ്റും, നമ്മൾ പറഞ്ഞു ഇവർ എങ്ങനത്തെ കൈൻഡ് ഓഫ് വിക്ടിംസിനെയാണ് ചൂസ് ചെയ്യുന്നതെന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു പാവം കുട്ടീനെ ആയിരിക്കും, ഹസ്ബൻഡ് ആയാലും വൈഫ് ആണെങ്കിലും കുറച്ച് പാവമായിട്ടുള്ള ആളുകളെ ആയിരിക്കും ഇവർ ചൂസ് ചെയ്യുക. അപ്പൊ അവർക്ക് തന്നെ ഇങ്ങനെ തോന്നും, ഓ ശരിയാണോ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നിയതായിരിക്കോ. ആ ഒരു കൺഫ്യൂഷൻ ഇവരിൽ വരുത്തിയെടുക്കാനായിട്ട് ഇവര് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് സൈലന്റ് ട്രീറ്റ്മെന്റ്. ഇത് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ ഇവര് പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കേട്ടില്ല, അനുസരിച്ചില്ല, അല്ലെങ്കിൽ നമുക്ക് തോന്നാണ് അവര് ഈ പറഞ്ഞത് എന്തോ തെറ്റാണ്, ഇത് ഞാൻ ചെയ്യണ്ട, അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ചെയ്യുന്ന ഒരു കാര്യമാണ് സൈലന്റ് ട്രീറ്റ്മെന്റ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും. അപ്പൊ നമ്മൾ ചിലപ്പോ ഒന്ന് വഴക്കിട്ട് വീട്ടിൽ പോയി നിൽക്കാന്ന് വിചാരിച്ചോ. അങ്ങനെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഇവര് നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, കോൾ ചെയ്യില്ല, മെസ്സേജ് ചെയ്യില്ല. നമ്മൾ മെസ്സേജ് അയച്ചാൽ അതിന് ഇഗ്നോർ ചെയ്യും, കോൾ ചെയ്താൽ ഇഗ്നോർ ചെയ്യും. ചിലപ്പോ നമ്മളൊന്ന് പുറത്തിറങ്ങിയപ്പോ ആള് ചിലപ്പോ വണ്ടിക്ക് പുറത്തു കൂടി പോകുന്ന കണ്ടെന്ന് വിചാരിച്ചോ, എന്നാൽ പോലും ആ വീടിന്റെ ഒരു പരിസരത്തേക്കേ നോക്കില്ല, കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും. അതങ്ങനെ സൈലന്റ്ലി അത് അവരങ്ങനെ നമ്മളെ പണീഷ് ചെയ്യുന്നതാണ്. ഓക്കെ, കാരണം നീ അനുഭവിക്കണം, കാരണം എന്റെ അടുത്തല്ലേ നീ ഇങ്ങനെ കാണിച്ച, അപ്പൊ നീ അനുഭവിക്കണം, നീ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, ആ ഒരു തീരുമാനമായിരിക്കും അവരുടെ മനസ്സിൽ ഉണ്ടാവാം. അപ്പൊ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഡിസഗ്രിമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ കുറെ ദിവസത്തേക്ക് ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും അവര് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ഇവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പോയിന്റ് എത്തുമ്പോഴേ, ഇപ്പൊ ഒരു 4 ദിവസം നമ്മൾ വഴക്കിട്ട് ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്ന് വിചാരിക്കുക, 5ാമത്തെ ദിവസം ഈ വിക്ടിമിന് തോന്നി തുടങ്ങും, ഇനി എന്റെ ഭാഗത്തായിരിക്കോ തെറ്റ്, ഞാനായിരിക്കോ ഇനി മാപ്പ് പറയണ്ടേ, ഞാനായിരിക്കോ തിരിച്ചു പോവണ്ടേ. ആ ഒരു ഫീല് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് ഇതുകൊണ്ട് അവര് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഇപ്പൊ ചിലപ്പോ നമ്മളൊരു ആശുപത്രി കേസ് വന്നിട്ട് അഡ്മിറ്റ് ആയാൽ പോലും അവർ ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അവരൊരിക്കലും എന്ത് ചെയ്യില്ല, നമ്മളെ വന്നൊന്ന് നോക്കുക പോലും ചെയ്യില്ല. ഇനി നെക്സ്റ്റ് ആണ് ബ്ലെയിം ഷിഫ്റ്റിംഗ്. ബ്ലെയിം ഷിഫ്റ്റിംഗിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, പക്ഷെ അത് ആരുടെ പൊക്കത്ത് തരും, ആ വിക്ടിമിന്റെ പൊക്കത്തായിരിക്കും വെക്കുക, നീയാണ് അത് ചെയ്തതെന്നാക്കും. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഭയങ്കര NPD ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, ഭയങ്കരമായിട്ട് വൈഫിനെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരാളാണ്. അപ്പോ ഹസ്ബൻഡ് പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി കുറെ പൈസ മുടക്കി, ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി ആ പൈസ മുടക്കിയത് ആളുടെ തന്നെ എന്തോ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വിചാരിക്കുക, ആളുടെ തന്നെ എന്തോ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പൈസ മുടക്കിയിട്ടുണ്ട്. അപ്പൊ ആള് വൈഫായിട്ട് തല്ലുപിടിക്കുന്ന സമയത്ത് പറയാണ്, ഞാൻ ഇത്ര രൂപയാണ് അന്ന് ആ ഹോസ്പിറ്റലിൽ ചെലവാക്കിയതെന്ന് പറയുമ്പോൾ വൈഫ് പറയാണ്, അത് തന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടല്ലേ ചെലവാക്കിയതെന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് പറയും, ഞാനത് എനിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഒരിക്കലും ആ ട്രീറ്റ്മെന്റ് ചെയ്യില്ല, ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് അത് ചെയ്തത്, നിന്റെ കൂടെ ജീവിക്കാനാണ് അങ്ങനെ ചെയ്തത്, നിനക്ക് വേണ്ടിയാണ്, എന്നിട്ടാണ് നീ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പതുക്കെ അത് ആരുടെ ഇതിലേക്ക് മാറ്റി തരും, ആ വൈഫിന്റെ മിസ്റ്റേക്ക് അങ്ങനെ ആക്കി തരും. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ തെറ്റായിട്ടാണ് അതിനെ അവര് മാറ്റിയെടുക്കുക. അവരെന്ത് മിസ്റ്റേക്ക് ചെയ്താലും അവർക്കത് എങ്ങനെ കൺവേർട്ട് ചെയ്ത് അടുത്ത അവരുടെ പാർട്ട്ണറിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. അതിപ്പോ മറ്റാളുകളുടെ മുന്നിലാണെങ്കിൽ പോലും ആള് ചെയ്ത തെറ്റെങ്ങനെയും
ഇപ്പൊ ആളുടെ കയ്യിൽ നിന്ന് ഒരു പ്ലേറ്റ് താഴെ വീണെന്ന് വിചാരിച്ചോ, അപ്പൊ എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈഫ് അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ പറയും, ഓ നീ ആ കാല് വെച്ചിട്ട് ഇങ്ങനെ അടുത്ത് വന്നപ്പോഴാണ് എന്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് പോയത്, നീ എന്താണ് ഈ കാണിച്ചതെന്ന് വെച്ചാൽ പതുക്കെ ബ്ലെയിം ആർക്ക് കൊടുക്കും? വൈഫിനായിരിക്കും കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ട്രയാങ്കുലേഷൻ. ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും കൂടിയുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കും. ഇവർ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് ഈ NPD ഉള്ള ആൾ ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക് ആണ് ഈ ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാളുടെ പേരെടുത്ത് ഇടുക. ഇപ്പോ ഹസ്ബൻഡും വൈഫും വഴക്കിട്ടിരിക്കുകയാണ്, ഹസ്ബൻഡാണ് NPD ഉള്ള ആള്, ഇവര് തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ സമയത്ത് ഹസ്ബൻഡ് പറയാണ്, നിന്റെ ചേട്ടനെ ഞാൻ കണ്ടിരുന്നു, നിന്റെ ചേട്ടൻ പറഞ്ഞു നീയാണ് കുടുംബത്തിലെ ഏറ്റവും പ്രശ്നക്കാരി, അതുകൊണ്ട് നിന്റെ കുടുംബത്തോട് തന്നെ ആരും മിണ്ടാറില്ല, നീ ഒട്ടും ബോധല്ല, നിന്റെ വീട്ടുകാർക്കും നീ ഒന്നും ചെയ്തിട്ടില്ല, നീ എന്തിനിങ്ങനെ ജീവിക്കണേ, നിന്റെ ചേട്ടൻ വരെ നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. ഓക്കെ, അതൊരു തേർഡ് പാർട്ടി അല്ലേ, മൂന്നാമത്തെ ഒരാളുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഈ വിക്ടിം എന്ത് ചെയ്യും? അവരത് വിശ്വസിക്കുകയും ചെയ്യും. അവര് പോയത് ചോദിക്കില്ല, കാരണം അവരങ്ങനെയുള്ള ആളുകളെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളത് ചോദിച്ചെന്ന് വിചാരിച്ചോ, ചോദിച്ചിട്ട് വന്ന് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവരുടെ സ്വഭാവം എങ്ങനെയാണ് മാറുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഒരാളുടെ പേരൊക്കെ എടുത്തിട്ടിട്ട് ഇവരിങ്ങനെ പറഞ്ഞു അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് മാനസികമായിട്ട് നമ്മളെ തളർത്തുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മളെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ട്രയാങ്കുലേഷനിൽ അവര് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ലവ് ബോംബിങ്. ലവ് ബോംബിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ഫാമിലി ലൈഫ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങിയപ്പോൾ ഭയങ്കര സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും, സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, ഭയങ്കര അഫെക്ഷനേറ്റ് ആയിട്ട് നിൽക്കുക, എപ്പോഴും ഇങ്ങനെ പ്രേസ് ചെയ്യുക, നീയാണ് ഏറ്റവും സുന്ദരി അല്ലെങ്കിൽ നീയാണ് ഏറ്റവും സുന്ദരൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രേസ് ചെയ്യുക, കോൺസ്റ്റന്റ് ആയിട്ട് കോംപ്ലിമെന്റ്സ് കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരു മുടക്കില്ല, ഫുൾ ടൈം കോംപ്ലിമെന്റ് ചെയ്യുക, രാത്രി വൈകി കിടന്ന് അത്രയും നേരം ഇരുന്ന് മെസ്സേജ് അയക്കുക, വിളിക്കുക, ഒരിത്തിരി സമയം കിട്ടിയാൽ പോലും വിളിക്കുക, അവർക്ക് വേണ്ടി സമയം ചെലവാക്കുക, ഇങ്ങനെയുള്ള മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് പതുക്കെ എന്ത് ചെയ്യും? അപ്പൊ ഇവരെങ്ങനെയാന്ന് വെച്ചാൽ അവർക്കൊരു ഫീലിംഗ് വരും, ഇന്ന ആള് ഞാൻ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കേൾക്കും, കാരണം അവർ അത്രയും ഞാനായിട്ട് അടുത്ത് കഴിഞ്ഞു എന്നുള്ളൊരു തോന്നല് വരുമ്പോഴേക്കും ഇവർ എൻ്റെ അടുത്ത് ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയി എന്നുള്ള തോന്നല് കഴിയുമ്പോഴേക്കും ഇവരെന്ത് ചെയ്യും? പതുക്കെ ഈ കാണിക്കുന്ന അഫെക്ഷനും സ്നേഹമൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങും. അതിനെയാണ് നമ്മൾ ലവ് ബോംബിംഗ് എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ഡീവാലുവേഷൻ. ഡീവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല കഴിവുകളൊക്കെ ഉണ്ടാവുന്നേ, ചിലപ്പോൾ നമ്മൾ കൂടുതലുള്ള ആളെക്കാളും നമുക്ക് കുറെ കഴിവുകളും എന്താ പറയാ കുറെ കാര്യങ്ങളെ പറ്റിയിട്ട് അറിവും ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ, പക്ഷെ ഇയാളുടെ മുന്നിൽ ഇയാൾ എപ്പോഴും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നിനക്ക് എന്ത് കഴിവുണ്ടെന്നാ നീ പറയണേ. ചിലപ്പോൾ ആളായിരിക്കും നമ്മളെ ജോലിക്ക് വിടാണ്ട് നിർത്തിയേക്കണെന്ന് വിചാരിക്കും, എന്നാലും പറയും പഠിച്ചതല്ലേ പൊയ്ക്കൂടെ ജോലിക്ക്, എന്തിനീ വീട്ടിലിരിക്കണേ എന്ന് വെച്ചാൽ നമ്മളെ ഡീവാല്യൂ ചെയ്യും. കാരണക്കാരൻ ആരാ? സെയിം ആൾ തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ ഡീവാല്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഡീവാലുവേഷൻ. പിന്നെ പ്രൊജക്ഷൻ ആണ്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തെറ്റുകൾ, അവരെന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ആര് ചെയ്യുന്ന പോലെ ആക്കും? ഈ വിക്ടിം ചെയ്യുന്ന പോലെ ആക്കും. ചിലപ്പോൾ അയാൾക്ക് വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ, എന്നിട്ട് ഇവരെ കാണുമ്പോ ആ ഹസ്ബൻഡിനാണ് വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ ഇവര് നോക്കുമ്പോൾ ഇവർക്ക് ഫീൽ ചെയ്യുന്ന വൈഫിന് വേറെ ആരായിട്ട് റിലേഷൻ ഉണ്ട്. അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര കഴിവായിരിക്കും. ഓക്കെ, പിന്നെ കൺട്രോൾ ആൻഡ് ഐസൊലേഷൻ. അത് എല്ലാ NPDയിലുള്ള ആളുകളും ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ ആ ഒരു വിക്ടിമിന്റെ സപ്പോർട്ട് നെറ്റ്വർക്കിൽ നിന്നൊക്കെ മാറ്റി നിർത്തി ഇങ്ങനെ ഒറ്റപ്പെടുത്തി കൊണ്ടുവരിക. ഫാമിലി ആയിട്ട് കണക്ഷൻ ആണെങ്കിൽ അതങ്ങ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫാമിലിനെ കാണാൻ പോക്കൊക്കെ നിർത്തുക, കോളിങ് നിർത്തുക, അല്ലെങ്കിൽ ഫോൺ മാറ്റി വെക്കുക. എന്ന് വെച്ചാൽ ഒട്ടും കമ്മ്യൂണിക്കേഷൻ, ഒട്ടും തന്നെ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് കൺട്രോൾ ആൻഡ് ഐസൊലേഷനിൽ വരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഡോമിനൻസ് കാണിക്കുക, എല്ലാ കാര്യത്തിലും കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും, ഒരു കാര്യം പോലും സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. പിന്നെ ഉള്ളതാണ് വെർബൽ അബ്യൂസ്. വെർബൽ അബ്യൂസ് എന്ന് പറയുമ്പോഴേക്കും ഇൻസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചീത്ത വാക്കുകൾ പറയുക, ഹാർഷ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, വർത്ത്ലെസ് ആണെന്ന് ഫുൾ ടൈം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോഴേക്കും വിക്ടിമിന് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാതെയാവും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് വെർബൽ അബ്യൂസിൽ വരുന്നത്. പിന്നെ ഉള്ളതാണ് ഹൂവറിങ്. ഹൂവറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മളിപ്പോ ഒരു വഴക്കൊക്കെ ഉണ്ടായി കുറച്ചു നാൾ മിണ്ടാതെയായി രണ്ടുപേരും രണ്ട് സ്ഥലത്തായി എന്ന് വിചാരിച്ചോ, നമ്മൾ സൈലന്റ് ട്രീറ്റ്മെന്റ് പറഞ്ഞില്ലേ. ഈ സൈലന്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇവരുടെ വിചാരം വിക്ടിം തിരിച്ചു വരും എന്നാണ്. പക്ഷെ വന്നില്ല എന്ന് ഓർത്തോ, ഇവരുടെ കണക്കൂട്ടൽ അനുസരിച്ചിട്ട് വിക്ടിം വന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? പിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് മെസ്സേജ് അയക്കലും കോളിംഗ് ഒക്കെ തുടങ്ങും. നീ തിരിച്ചു വരണം, നമുക്ക് ഇങ്ങനെ ജീവിക്കാം, നമുക്ക് അങ്ങനെ ജീവിക്കാം, ഞാൻ ചെയ്തത് ചെറിയൊരു തെറ്റായിപ്പോയി, അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ, നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. കാരണം നമുക്ക് അവരുടെ മനസ്സിലെന്താ, നമ്മൾ തിരിച്ചെങ്ങനെയെങ്കിലും കൊണ്ടുവന്നാൽ മതി എന്നുള്ളതാ. ആ മെസ്സേജ് വായിക്കുന്ന വിക്ടിമിന് ആൾക്ക് എന്നോട് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ തിരിച്ചു പോകും. പക്ഷെ തിരിച്ചു പോകുമ്പോഴും സ്നേഹമല്ല അവിടെ കാത്തിരിക്കുന്നുണ്ടാവുക. പകരം എന്തായിരിക്കും? പിന്നെ ഇതേപോലത്തെ അബ്യൂസസ് ആയിരിക്കും ചിലപ്പോൾ നേരിടേണ്ടി വരുന്നത്. പിന്നെ ഉള്ളതാണ് ഗിൽറ്റ് ട്രിപ്പിംഗ്. ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ, വിക്ടിമിന്റെ ഉള്ളിൽ എന്താ ഗിൽറ്റ് ഫീല് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത്തരം ടാക്ടിക്സ് ആണ് കൂടുതലായും അവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് വിക്ടിംസിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇമോഷണൽ ഇമ്പാക്ട് ആണ് അല്ലെ. ഒന്ന്, അവർക്ക് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും, അവരുടെ തന്നെ വാല്യൂ അവർ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്നെ കൊണ്ട് പറ്റില്ലല്ലേ, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, എന്നെ ആർക്കും വേണ്ട, ആ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ഞാൻ വർത്ത്ലെസ് ആണെന്നുള്ള ഫീല് വിക്ടിമിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു ഇമ്പാക്ട്, ഇമോഷണൽ ഇമ്പാക്ട് കൊണ്ടുവരാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കും. പിന്നെ ആൻസൈറ്റി, കാരണം ഇവർക്ക് എപ്പോഴും പേടിയായിരിക്കും, എങ്ങനെയാണ് ഈ NPD ഉള്ള ആൾ എന്നോട് പെരുമാറുക എന്ന് ഓർത്തോർത്ത് പേടിച്ചായിരിക്കും ഇവരൊരു ഈ ഫാമിലി ലൈഫിൽ മുമ്പോട്ട് പോവുക. ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പറ്റില്ല, പെട്ടെന്നായിരിക്കും ആള് റിയാക്ട് ചെയ്യുക, പെട്ടെന്നായിരിക്കും എന്നോട് ദേഷ്യപ്പെടുക, പെട്ടെന്ന് ഷൗട്ട് ചെയ്യോ അല്ലെ. അങ്ങനെ വന്ന് ഇവർക്ക് പെട്ടെന്ന് ഭയങ്കര ഒച്ചയൊക്കെ കേൾക്കുമ്പോഴേക്കും അത് ട്രിഗർ ചെയ്യും. കാരണം അവർക്ക് ആ ഒരു ആൻസൈറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടൊക്കെ. ഓക്കെ, പിന്നെന്താ, ഡിപ്രഷനിലേക്ക് പോകും അല്ലെ. എന്ന് വെച്ചാൽ അവര് സ്വപ്നം കണ്ട ഒരു ജീവിതം വേറെ ആയിരിക്കും, ഒരു ഫാമിലി ആവണം, കുട്ടികളാവണം, സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കണം, ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടായിരിക്കും ഒരു ഫാമിലി ലൈഫിലേക്ക് അവര് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്തായി, എല്ലാം ഓപ്പോസിറ്റ് ആയി. ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതമായി, ഹോപ്പ്ലെസ് ആയി, ട്രാപ്പ് ആയ പോലെ തോന്നിപ്പോകും. എന്ന് വെച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, എല്ലായിടത്തും ഇങ്ങനെ ലോക്കായ പോലെ, ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല. ടോട്ടലി ഇവര് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ഐസൊലേറ്റ് ചെയ്ത് വെച്ചപ്പോഴേക്കും നമുക്ക് ആരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പതുക്കെ ആള് ഡിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. അവർ തന്നെ അൺമോട്ടിവേറ്റഡ് ആവും. രാവിലെ എഴുന്നേക്കുക, പണികൾ ചെയ്യുക, രാത്രി ഉറങ്ങുക, അത് മാത്രം, അങ്ങനെ മാത്രം ഇവരുടെ റുട്ടീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അവര് നേരത്തെ എൻജോയ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവർക്ക് പിന്നീട് എൻജോയ് ചെയ്യാൻ പറ്റാതെ ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. പിന്നെ ഒരു ഇമോഷണൽ നംനെസ് ആയിരിക്കും, എന്നുവെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിനും കഴിവില്ല നമുക്ക് തോന്നിക്കഴിഞ്ഞല്ലേ. അപ്പൊ ബ്ലാങ്ക് ആയിരിക്കും, എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഫുൾ ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇമോഷണലി ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവില്ല, സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല, ഒരു റോബോട്ടിനെ പോലെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പൊ അതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കൺഫ്യൂഷൻ ആയിരിക്കും, സെൽഫ് ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കും. ഇപ്പൊ നമ്മളുടെ NPD ഉള്ള ആളിങ്ങനെ പറയുമല്ലോ, നിന്റെ തോന്നലാണ്, നീ വെറുതെ ആലോചിച്ച് കൂട്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ പറയുമ്പോഴേക്കും പതുക്കെ നമ്മൾ നമ്മളുടെ മെമ്മറീനെ തന്നെ നമ്മൾ എന്താ പറയാ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എനിക്കത് ഓർമ്മയില്ലാഞ്ഞിട്ടായിരിക്കും, അപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനെ നമ്മളിങ്ങനെ വിചാരിച്ചു തുടങ്ങും. പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അത്രയും അബ്യൂസ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നടന്നതിന്റെ ഭാഗമായിട്ട് പിന്നീട് അങ്ങോട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ ഡിസോർഡർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഫ്ലാഷ് ബാക്സ് ഉണ്ടാവും. ഇപ്പൊ എന്താ പറയാ, ഹസ്ബൻഡ് അടിച്ചു, അതൊരു രാത്രി ആയിരുന്നു, ഭയങ്കര സൗണ്ടിലാണ് അടിച്ചെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ തട്ടിയിട്ടതിന് ശേഷമാണ് അടിച്ചെന്ന് കരുത്. കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും ആള് PTSD ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എവിടെങ്കിലും പാത്രം വീഴുന്ന ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പേടിക്കും. കാരണം ആ ഒച്ച വീഴുന്ന സമയത്ത് ആളുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അടിക്കാൻ പോകുന്നതായിരിക്കും. അങ്ങനെയുള്ള ഫ്ലാഷ് ബാക്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. ഇനി ഫിസിക്കൽ ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫിസിക്കൽ പെയിൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഇമോഷണൽ സ്ട്രെയിൻ കൂടിയിട്ട് തലവേദന, അല്ലെങ്കിൽ വയറിന് ഇഷ്യൂസ് വരാ, ബാക്ക് പെയിൻ വരാം, ഇതൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഉറക്കം, സ്ലീപ്പ് പ്രോബ്ലംസ് വരാം, ഉറക്കത്തിൽ ഡിസ്റ്റർബൻസസ് വരാം, ഒട്ടും ഉറങ്ങാൻ പറ്റാതെ ആവാ, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പേടി സ്വപ്നങ്ങൾ കണ്ട് എഴുന്നേൽക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും.
പിന്നെ നമ്മള് ഇമ്മ്യൂൺ സിസ്റ്റം വീക്കണം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നമുക്ക് വഴി കൂടി പോകുന്ന എല്ലാ ഇൻഫെക്ഷൻസും പ്രശ്നങ്ങളൊക്കെ നമുക്ക് കിട്ടും. കാരണം നമ്മുടെ മൈൻഡ് വീക്കാണ്. മൈൻഡ് വീക്കായി ബോഡിയും വീക്കായി, ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായി. അപ്പോ എല്ലാ ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. നേരെ മറിച്ച് ആ NPD ഉള്ള ആൾക്കോ ആള് ഭയങ്കര ഹെൽത്തി ആയിട്ടുണ്ടാകും. കാരണം ആളെ സംബന്ധിച്ച് ഒരു സ്ട്രെസ്സും ഇല്ല. എല്ലാവരും എന്നെ സെർവ് ചെയ്യുക, ഞാനിങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കും, അങ്ങനെയല്ലേ. നേരെ മറിച്ച് വിക്ടിമിന് എല്ലാ പ്രശ്നങ്ങളും ഇൻഫെക്ഷൻസും ഒക്കെ ഇങ്ങനെ നേരിട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും. പിന്നെ വെയിറ്റ് ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ പറയും ഒരാൾ വണ്ണം വെക്കുന്നത് ആള് ഭക്ഷണം കഴിച്ചിട്ടാണെന്നൊക്കെ പറയും. പക്ഷെ ചില സിറ്റുവേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെസ് കൂടിക്കഴിഞ്ഞാലും ആളുകൾ വെയിറ്റ് ഗെയിൻ ചെയ്യും എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് ഉണ്ടാവാം, വെയിറ്റ് ലോസ് ഉണ്ടാവാം, വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. പിന്നെ ടയേർഡ് ആയിരിക്കും. നമ്മൾ നന്നായിട്ട് ഉറങ്ങിയാൽ പോലും നമുക്ക് എന്താ ഭയങ്കര ടയേർഡ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും എന്താ പറയാ ഒരു എനർജി ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ നമുക്ക് ഉണ്ടാവുന്നത് സെക്ഷൽ ഇമ്പാക്റ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാർട്ട്ണറിന്റെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് അവരോടുള്ള ഒരു ഇന്റിമസി അല്ലെ, അതിലൊരു കുറവ് വരും. ആ ഒരു ഇൻട്രസ്റ്റിൽ ഒരു കുറവ് വരും. എന്തിനോ വേണ്ടി ഒരു സെക്ഷൽ ആക്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ആ ഒരു ഇൻട്രസ്റ്റ് അതിലുണ്ടാവില്ല, ഇന്റിമസി അതിലുണ്ടാവില്ല. പിന്നെ സെക്ഷൽ കൊയേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ NPD ഉള്ള ആൾ എന്ത് ചെയ്യും, ഈ പാർട്ട്ണറിനെ പ്രഷറൈസ് ചെയ്യും. ഇന്നതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവരെ പ്രഷറൈസ് ചെയ്ത് അവരെ ആ രീതിയിലേക്ക് ആക്കിയെടുക്കും. ഓക്കെ, അവരെ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യും. ഇങ്ങനെയാണ് എന്താ, അല്ലെങ്കിൽ ഇവരിങ്ങനെ ചില വേർഡ്സ് ഉപയോഗിക്കും. നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ഇത് ചെയ്താനെ, നിനക്കിപ്പോ ഇഷ്ടമല്ലല്ലോ, നീ അപ്പൊ വെറുതെ പറയാണല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും വിക്ടിം അത് വിശ്വസിക്കുകയും ചെയ്യും. അയ്യോ അങ്ങനെയാണോ വിചാരിച്ചത്. അപ്പൊ സെക്ഷൽ കൊയേഷൻ വരും. പിന്നെ ഉള്ളത് ഇവര് ഒരിക്കലും പാർട്ട്ണറിന് ഒരു എന്താ പറയുക ലിവിങ് ബീങ് ആയിട്ട് പോലും കാണാനുള്ള ചാൻസ് കുറച്ചുപേര് കാണും കേട്ടോ. അവരുടെ കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ. ചിലരൊരു വെറും ഒബ്ജക്ട്സ് ആയിട്ട് മാത്രം കാണുന്ന ആളുകൾ ഉണ്ടാവും. ജസ്റ്റ് എന്തോ ഒരു വസ്തു അങ്ങനെ ആയിരിക്കും ഇവർക്ക് ഫീൽ ചെയ്യുക. ഫിസിക്കൽ പ്ലഷറിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വസ്തു, അങ്ങനെ മാത്രമായിരിക്കും ചില NPD ഉള്ള ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവരെപ്പോഴും ഈ വിക്ടിമിനെ അല്ലെങ്കിൽ ഇവരുടെ പാർട്ട്ണറിന്റെ എന്താ പറയാ ബോഡീനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പതുക്കെ പതുക്കെ ഇവരുടെ കോൺഫിഡൻസ് കുറയും. ഇവർ നന്നായി ഒരുങ്ങി നടന്ന ആളാണെങ്കിൽ പിന്നെ ഇവര് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ വീട്ടിലെ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടൊക്കെ ആയിരിക്കും പോവുക. അങ്ങനെ ഇവരെ കണ്ടീഷൻ ചെയ്ത് ഇവരുടെ രീതിക്ക് വരാൻ വേണ്ടി ഇവര് മാറ്റിയെടുക്കും. പിന്നെ സെക്ഷൽ ട്രോമാസ് ഉണ്ടാവാം വിക്ടിംസിന്. കാരണം ഇവര് പറയുന്ന രീതിയിലുള്ള ഒരു സെക്ഷൽ ആക്സിൽ ഏർപ്പെടുന്ന സമയത്ത് മേ ബി ഈ പാർട്ട്ണറിന്റെ ഫുള്ളി ഉള്ള ഒരു കോപ്പറേഷൻ ഇല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു ട്രോമ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതിന്റെ ഫ്ലാഷ് ബാക്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആ ഒരാളുടെ പെർഫ്യൂമിന്റെ സ്മെൽ ഇതൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ സോഷ്യൽ ആൻഡ് റിലേഷൻഷിപ്പ് ഇമ്പാക്ട്സ് ആണ്. അതിൽ വരുന്നതാണ് ഐസൊലേഷൻ അല്ലെ. ഫസ്റ്റ് കാര്യം എല്ലാവരുടെ നിന്നും ഇയാൾ തന്നെ നമ്മൾ അകറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫുള്ളി ഒരു ഐസൊലേറ്റഡ് ആയ ഒരു അവസ്ഥയായിരിക്കും. മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവാൻ തുടങ്ങും. കാരണം നമ്മൾ ഈ ഒരു നല്ലൊരു ലൈഫ് പ്രതീക്ഷിച്ച് വന്നിട്ട് നമുക്ക് ഇതാണ് റിസീവ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റും, വേറൊരാളിനെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും, ഞാനിത് എങ്ങനെ എങ്ങനെ ഇത് മറ്റുള്ളവരെങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നതിൽ പറയാം, ആ ഒരു ഫീല് നമുക്ക് വരും. പിന്നെ കോ ഡിപ്പെൻഡൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. എല്ലാം നമ്മള് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നാൽ പോലും എന്താ പറയാ എല്ലാ ഡിസിഷൻസും ഓവർലി നമ്മള് ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളെ ആയിരിക്കും നമ്മൾ റിലയന്റ് ചെയ്യുക. അപ്പൊ സ്വന്തമായിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. ബേസിക് ആയിട്ട് ഓക്കെ ഞാനിപ്പോ കുളിച്ചോട്ടെ എന്ന് വരെ ആരോട് ഈ NPD ഉള്ള ആളോട് ചോദിച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ഒരു കൺട്രോളിലേക്ക് അവർ നമ്മളെ കൊണ്ടുവരും. പിന്നെ ഇതൊക്കെ സംഭവിച്ചാലും അവിടെ ഉണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് ബോണ്ടിങ് ഉണ്ട്. അതാണ് ട്രോമ ബോണ്ടിങ്. ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇത് വിക്ടിമും അബ്യൂസറും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ് ട്രോമ ബോണ്ടിങ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അബ്യൂസർ എന്ത് ചെയ്യുന്ന അറിയോ, മാക്സിമം ഇവരിട്ട് ബുദ്ധിമുട്ടിക്കും, ഇവർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതൊക്കെ ചെയ്തിട്ട് ഒരു സൈഡിൽ എന്ത് ചെയ്യും, ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് അഫെക്ഷൻ കൊടുക്കും. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും വിക്ടിമിന് തോന്നും അത്ര പ്രശ്നമൊന്നുമല്ലല്ലേ ഇത് ചിലപ്പോൾ മാറുമായിരിക്കും, ഇത് നമുക്ക് മാറ്റിയെടുക്കാം. കാരണം ഇങ്ങനെയൊക്കെ കാണിച്ചാലും എനിക്ക് ഇത്രയും വഴക്കിട്ടാലും എനിക്കിത് ബിരിയാണി വാങ്ങി തന്നുന്നുണ്ടല്ലോ, അപ്പൊ അതെന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ എന്നൊക്കെ വിചാരിക്കുന്ന അങ്ങനത്തെ വിക്ടിംസും ഉണ്ട്. ഓക്കെ, അപ്പൊ അവരെന്ത് പറ്റും എന്ന് വെച്ചാൽ അവര് വിചാരിക്കുന്നത് ഇത് അത്രയും പ്രശ്നമുള്ള കാര്യമൊന്നായിട്ട് തോന്നുന്നില്ല, സ്നേഹം കൊണ്ടായിരിക്കും എന്നോട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവര് തന്നെ ഇവരുടെ ഉള്ളില് ആ ആള് ചെയ്ത പ്രശ്നങ്ങളെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ ഒരു റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവര് ട്രൈ ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ ട്രോമ ബോണ്ടിങ് എന്ന്
പറയുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വിക്ടിമിന്റെ ഇമ്പാക്ട്, അതുപോലെ ടാക്ടിക്സ്, സബ് ടൈപ്സ് ഓഫ് നാർസിസിസ്റ്റ്, ഇതാണ് നമ്മൾ ഇന്ന് നോക്കിയത്. പിന്നെ ഇതിലുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഈ NPD ഉള്ള ആളുകളെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. കാരണം ഫസ്റ്റ് തിങ് അവരത് അഡ്മിറ്റ് ചെയ്യില്ല അവർക്ക് NPD ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവരൊരു കൗൺസിലിങ്ങിനോ ട്രീറ്റ്മെന്റോ എടുക്കാനോ അവർ തയ്യാറായിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് വിക്ടിംസിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇവരെ ഹാൻഡിൽ ചെയ്യുക, ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് പഠിക്കാണ് ഈ വിക്ടിമിനെ സംബന്ധിച്ചുള്ളത്. അവര് സെൽഫ് ഹീൽ ചെയ്യുക. ഓക്കെ, നമ്മൾ മറ്റാളെ മാറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെ സെൽഫ് ഹീൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ റിലേഷൻഷിപ്പിനെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടോ, നമ്മൾ എങ്ങനെ ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ കുറച്ചൊക്കെ കൺട്രോൾഡ് ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് വിക്ടിമിന്റെ സൈഡിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ മാം. ഓക്കെ. അതെ മാം. ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ അപ്പോ നമ്മളുടെ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മള് നെക്സ്റ്റ് സെഷൻ ഇതിൽ എങ്ങനെ ഈ നാർസിസിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഫ്രീ സെഷൻ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഡൗട്ട് ചോദിച്ചോളൂ. ഇനി ഇതിൽ ചോദിക്കാൻ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിലിപ്പോ ഡൗട്ട്സ് ചോദിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ ചിലപ്പോ ഇങ്ങനെ എല്ലാവരും ഉള്ളപ്പോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ ചോദിക്കാൻ, അല്ലെങ്കിൽ എല്ലാവരും കേൾക്കില്ലേ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സണലി നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ, ഞാൻ റിപ്ലൈ ചെയ്യാം. NPD ആവാൻ റീസൺ എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ജനറ്റിക് ആയിട്ടോ, അല്ലെങ്കിൽ ഇവര് കണ്ടു വളർന്ന ആളുകൾ, ഇപ്പൊ ഫാദർ ഒക്കെ ഭയങ്കര ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് NPD ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇതില് കള്ളത്തരം അതിന്റെ പറയുന്ന ആളുകൾ ഉണ്ടാവോ മാം? പിന്നെ കള്ളം അവര് നല്ലോണം. നമ്മളെ നന്നായിട്ട് പറയും. കാരണം അവർക്ക് അവര് വരച്ച വരയിൽ അത് നിർത്തണ്ടേ, അപ്പൊ ഏത് അവര് ഗ്രൂപ്പിലാ പെടുന്നത്? മാക്സിമം ഏത് കള്ളം പറയും. ഗ്രൂപ്പിലാ പെടുന്നത് നന്നായി കള്ളത്തരം അതിപ്പോ പറയുന്നവര്? അതിപ്പോ ഏത് ഗ്രൂപ്പിലാണെങ്കിലും അവർ നന്നായിട്ട് കള്ളത്തരം പറയും. നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞാല് അവര് കള്ളങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരാണല്ലോ. അപ്പൊ അതിന് മാക്സിമം അവര് യൂസ് ചെയ്യും. സ്ട്രിക്റ്റ് കടയിൽ പാരന്റിങ്ങും പണിക്കാരുണ്ടോ? NPD നയിക്കുന്നത്. എന്ത് എന്തോ സുബീനോട് കടയിൽ ഓക്കെ, മ്യൂട്ട് ചെയ്യണേ. ഓക്കെ ഓക്കെ അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, പേഴ്സണലി ഒരു മെസ്സേജ് മിനിറ്റ്. അയക്കുക. അപ്പൊ നമുക്കൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാം ഈ ഒറ്റക്ക് അപ്പോ ഒറ്റപ്പെടുത്തുന്ന കാര്യം ഒരു പറഞ്ഞല്ലോ, ഒരു അത് ഡൗട്ട് മിസ്സേ. ഓക്കെ, പറഞ്ഞോളൂ. അതായത് അസസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മള് ഈ NPD അസസ്മെന്റ് ചെയ്യുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കണോ അതോ നമ്മൾ തന്നെ ചെയ്യണോ? അത് നമ്മൾ ചെന്നാൽ മതി, നമ്മളോട് ചോദിക്കും, സൈക്കോളജിസ്റ്റ് ചോദിക്കും ഇന്ന കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ചോദിക്കുമ്പോ അങ്ങനെ ചെയ്താൽ മതി. അല്ലാണ്ട് അവര് ബില്ലിങ് ആവൂലല്ലോ, അപ്പൊ നമ്മള് ഇല്ല. പറഞ്ഞു കൊടുത്താൽ മതിയോ. അപ്പൊ അവരെ അത് പേഴ്സണാലിറ്റി ഹിസ്റ്ററി ഒക്കെ അറിയണവര് നമുക്ക് കുറച്ച് ചെയ്താ അറിഞ്ഞിരിക്കണം. മതി അല്ലേ? മതി ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ചാൽ മതി. അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ട് ചെയ്തു തരും അവര്. ഓക്കെ. ഇനി അവരെങ്ങനെയാ ബോധ്യപ്പെടുത്താത്? അവരോട് ഡയറക്റ്റ് പറയുന്നോണ്ട് കുഴപ്പമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണെന്ന്. കുഴപ്പമുണ്ട്. അത് അതിലും വലിയ പ്രശ്നത്തിലേക്കായിരിക്കും നയിക്കുക. അതിന് ഏറ്റവും നല്ലത് നമ്മളൊരു എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്നാലും നമുക്ക് ഇപ്പൊ നമ്മൾ കുറച്ചു നേരമല്ലേ സംസാരിച്ചുള്ളൂ, അപ്പൊ അവരോട് നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവര് നമുക്ക് പറഞ്ഞുതരും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മൾ ഡയറക്റ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ പ്രശ്നമാവും. കാരണം അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. എനിക്ക് നല്ല ഇഷ്ടമായി. ഐ മീൻ മാമിന്റെ ക്ലാസ്സിൽ ഞാൻ മറ്റേ ബിഹേവിയറൽ ഇതിനും പിന്നെ എന്താണ് നമ്മുടെ പ്ലേ തെറാപ്പിക്കൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അതാണ്. അപ്പോ ഐ ലവ് ദിസ് ക്ലാസ് ഓൾസോ. ഇനി കൂടുതൽ ക്ലാസ് ഉണ്ടെങ്കിൽ എനിക്ക് അറിയിക്കണം. എന്റെ ടൈമിംഗ് കുറച്ച് ഡിഫറെന്റ് ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇന്ത്യയിലല്ല, ഇപ്പൊ കാനഡയിലാണ്. അപ്പൊ ടൈമിംഗ് കുറച്ച് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് അവിടെ നാട്ടിലത്തെ ടൈം പറയുമ്പോൾ എനിക്ക് ഇവിടുത്തെ ടൈം അറിയില്ല. അതാണ് കാര്യം. അതുകൊണ്ട് കുറെ ക്ലാസ്സിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. ബട്ട് താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ഇറ്റ് വാസ് നൈസ്. ആക്ച്വലി മാം പറഞ്ഞത് വെച്ചിട്ട് ആക്ച്വലി കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങള്, ലൈക്ക് മറ്റേ ബ്ലെയിം ഷിഫ്റ്റിംഗ് ഒക്കെ, ബിക്കോസ് എന്റെ കുറച്ച് എക്സ്പീരിയൻസിലും ഇതിലൊക്കെ ഞാൻ പറയുന്നു.
ഈ ഉം. ബ്ലെയിം ഷിഫ്റ്റിംഗ് ഒക്കെ അവര് മാറ്റാൻ പറ്റുന്നത്. ബിക്കോസ് ഐ ഹാവ് സീൻ എ നാർസിസിസ്റ്റ് പേഴ്സൺ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം. ഇപ്പൊ എന്ത് കാര്യം വല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ പറയും, ബിക്കോസ് ഓഫ് യു ദിസ് ഈസ് ഹാപ്പനിങ്, നീ കാരണം കൊണ്ടാണ് ഇങ്ങനെ നടന്നത്. അല്ലെങ്കിൽ ഒരു ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മറ്റേ എന്ന് നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നോ അന്ന് മുതൽ തുടങ്ങി ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ. സോ ദീസ് തിങ്സ് എന്നുള്ളത് ഞാൻ ഒരു ശരിക്കും പഠിച്ചതും പിന്നെ ഇപ്പൊ പറയുമ്പോ ഐ എം ഏബിൾ ടു റിലേറ്റ്. ആ നാർസിസം എന്നുള്ള ക്യാരക്ടറും അത് ആ പേര് വന്നതും ഇറ്റ്സ് ഓൾ എങ്ങനെ ഇറ്റ് ഈസ് വെരി ഗുഡ്. താങ്ക് യു. കൂടുതൽ അറിയാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ബിക്കോസ് ഐ നോ ഫോർ എ ഫാക്ട് ദാറ്റ് വി കെ നോട്ട് ട്രീറ്റ് ദം. പക്ഷെ ഈ വിക്ടിമിനെ അതിന്ന് പുറത്തേക്ക് വരാനുള്ളത് ഇത് അറിഞ്ഞാൽ മാത്രമേ അവർക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അതെ അതെ ദേ ഫോൾ ഇൻ ടു ദാറ്റ് ഒരു വേൾപൂൾ മാതിരി അവര് സിങ്ക് ചെയ്ത് പോവാന്നല്ലാതെ ദേ ആർ നോട്ട് ഏബിൾ ടു കം ഔട്ട് ഓഫ് ഇറ്റ്. പക്ഷെ ഇത് ഒരു പ്രാവശ്യം അവർക്ക് ഇത് അറിഞ്ഞാൽ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ആൻഡ് യു ഹാവ് ടു, നമ്മള് സ്വന്തം എങ്ങനെ പുറത്തേക്ക് വരാന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ വിക്ടിം ആക്ച്വലി രക്ഷപ്പെടും. പക്ഷെ ഐ നോ ദർ ഇസ് നോ ക്യൂർ ഫോർ ദിസ് നാർസിസ്റ്റിക് ക്യാരക്ടർ. Yeah. Thank you, ma'am. Yeah. താങ്ക് യു. അല്ല മാം, നല്ല എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ ക്ലാസ്. നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ നന്നായിട്ട് നമുക്ക് പല പേഴ്സണാലിറ്റീസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് മെയിൽ ആണുങ്ങളാണോ ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ കാണിക്കുന്നത്? അവരുടെ ഒരു കുഞ്ഞിലെ വളർന്നു വരുന്ന ഒരു സോഷ്യലൈസേഷൻ പ്രോസസിന്റെ പാർട്ടാണോ? അങ്ങനെയുണ്ടോ? അതോ നമ്മുടെ കൂടുതലും മെയിൽസിനാണ് വരുന്നത്. അതെ അതെ, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഇതിന് ഫീമെയിൽസിനും ഉണ്ടാവും. അതെ അതെ, ചൈൽഡ്ഹുഡ് ഒക്കെ ശരിക്കും പറഞ്ഞ ഒരാളുടെ NPDയിലേക്ക് നയിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചൈൽഡ്ഹുഡിൽ തന്നെ കിട്ടുന്നുണ്ടാവും. ചില പാരന്റ്സും അങ്ങനെ ആയിരിക്കില്ലേ, ചില അച്ഛന്മാർ വീട്ടിലെ ഫാദേഴ്സ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും. നമുക്ക് അവരോട് അതെ അതെ സംസാരിക്കാൻ തന്നെ പേടിയായിരിക്കും. അതെ, നമ്മളൊരു കഴിഞ്ഞ മുന്നത്തെ ജനറേഷന്റെ മുക്കാലും ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആണെന്നാണ് എനിക്ക് നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു അത് അവരെ വളർത്തുന്നതിന്റെ ഒരു പ്രശ്നമാണോ, അങ്ങനെ ആയിരിക്കണം എന്നുള്ള കൺസെപ്റ്റിൽ മെയിലാണെങ്കിൽ കുറച്ച് ഡൊമിനന്റ് ആവണം എന്നുള്ള അതിന്റെ ഒരു പാർട്ടായിരിക്കുമോ അങ്ങനെ വരുന്നത്? അതും ഒരു റീസൺ മാത്രമാണ്. ശരിക്കും ഇതിന്റെ കോസസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ നോക്കിയിട്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ക്ലാസ് ഇവിടെ അഫ്ര മാം വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അധികം പറയാത്തത്. ആ മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ഹലോ മാം. ഹലോ ആ യെസ്. ഹലോ. ആ നമ്മള് പറഞ്ഞുകൊണ്ട് വന്നപ്പോ ഹൗ ദേ ചൂസ് ദ പാർട്ട്ണർ, നമ്മള് അതില് ലോ സെൽഫ് എസ്റ്റീം പറഞ്ഞു. അതിന് മുമ്പ് ലാക്ക് ഓഫ് എന്താ പറഞ്ഞത്? ലാക്ക് ഓഫ് ബൗണ്ടറീസ്. ബൗണ്ടറീസ് അല്ലെ? എന്ന് വെച്ചാല് അവര് എന്ത് പറഞ്ഞാലും നോ, അവർക്ക് നോ പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം കയറി അങ്ങ് കേൾക്കും. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവര് എല്ലാവർക്കും ഹെൽപ്പ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകളായിരിക്കും. ശരി. ഓക്കെ, താങ്ക് യു. അപ്പോ 9:43 ആയി. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്ന് ഗ്രൂപ്പിൽ എല്ലാവരും ഒന്ന് മെസ്സേജ് ഇടാം. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഇതുപോലെ ഫ്രീ സെഷൻസ് വേണം എന്നാണെങ്കിൽ ആ ടോപ്പിക്കും കൂടി പറയാം. അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ തരാം. ഓക്കെ. സോ ഗുഡ് നൈറ്റ് ഓൾ. നല്ല ക്ലാസ്. ഓക്കെ മാം. ഗുഡ് നൈറ്റ്. Good night. Thank you. Okay. ഓക്കെ.